Hi all, welcome to MA English Language and Literature course. Today is the second class of MEG 04 Aspects of Language, and today's topic is Unit 2 looking at data. Before going forward, let's brush up our memory. Okay, so in the last class we learned about nature of language. We learned the definition of language. അല്ലെ, ഒരു ഡെഫിനിഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നു ലാംഗ്വേജിന്റെ. അപ്പൊ ആ ഒരു ലാംഗ്വേജിന്റെ ഡെഫിനിഷൻ നമുക്കൊന്ന് ജസ്റ്റ് ഒന്നുകൂടി ഒന്ന് പറഞ്ഞു നോക്കാം. ഓക്കെ, ആ മെമ്മറി ഓർത്തിരിപ്പുണ്ടോ, അല്ലെങ്കിൽ ആ ക്ലാസ് കണ്ടിട്ട് നമുക്ക് എന്താണ് ഇപ്പോഴും ഓർത്തിരിക്കാൻ പറ്റുന്ന എന്തൊക്കെ ടേംസ് ആണെന്നൊക്കെ നമുക്ക് ഒന്ന് ജസ്റ്റ് പറഞ്ഞു നോക്കാം. അപ്പൊ നമുക്ക് ഒന്നിച്ച് ചിന്തിച്ചു പോവാം. അപ്പൊ സോ in the beginning we said that language, it is a single possession of human beings, and it is what makes a man, and that means it was what differentiate man from animal. And then we said that it is a voluntarily produced arbitrary symbols or sign. Voluntarily produce ചെയ്യുന്നതാണ്, and it is an arbitrary thing, അല്ലെ, ആർബിട്രറി ആയിട്ടുള്ള ഒരു ഇല്ലോജിക്കൽ ആയിട്ടുള്ളൊരു കാര്യം കൂടിയാണ് ഈ ലാംഗ്വേജ് എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ആ ഒരു ഡെഫിനിഷൻ, അങ്ങനെ നമ്മൾ ആ ഒരു പഠിച്ചത് വെച്ചിട്ട് നമ്മൾ സ്വന്തമായിട്ട് ഡെഫിനിഷൻ ഉണ്ടാക്കാൻ ശ്രമിക്കണം. അപ്പൊ അത് വെച്ചിട്ട് എല്ലാവർക്കും പറ്റുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇന്നത്തെ ക്ലാസ് ലുക്കിംഗ് അറ്റ് ഡേറ്റ 1. ആൻഡ് വാട്ട് ഈസ് ദിസ് ലുക്കിംഗ് അറ്റ് ഡേറ്റ 1? അപ്പൊ ലുക്കിംഗ് അറ്റ് ഡേറ്റ എന്ന് ഈ യൂണിറ്റിന് പേര് കൊടുത്തിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത് ലാംഗ്വേജിനെ സ്ട്രക്ചറലിസം എന്ന് പറഞ്ഞ തിയറി വെച്ചിട്ട് അനലൈസ് ചെയ്യാൻ പോവാണ്. നമ്മളല്ല അനലൈസ് ചെയ്യുന്നത്, ആക്ച്വലി വി ആർ ഗോയിങ് ടു ലേൺ the analysis of language with the help of structuralism by some great linguists, അല്ലെ, വലിയ ലിംഗ്വിസ്റ്റ്സ് ഒക്കെ ഇങ്ങനെ ഒരുപാട് റിസർച്ചുകളൊക്കെ നടത്തി ലാംഗ്വേജിനെ അനലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അതെങ്ങനെയൊക്കെയാണ്, ആ ഒരു സ്റ്റഡീസ് എങ്ങനെയാണ് പോയിരിക്കുന്നതെന്നാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പൊ നമുക്കറിയാം, നിങ്ങൾ ഓൾറെഡി തിയറിയിലൊക്കെ സ്ട്രക്ചറൽസ് ഒക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പൊ തിയറി എന്താണ്? തിയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സിമ്പിൾ ടേംസിൽ പറയുകയാണെങ്കിൽ നമ്മൾ ഇറ്റ്സ് എ വേ ഓഫ് ലുക്കിംഗ് അറ്റ് ഡേറ്റ. ഓക്കെ, എന്തെങ്കിലും ഒരു കാര്യത്തിൽ എന്തെങ്കിലും ഒരു ഡേറ്റ നമ്മുടെ കയ്യിലുണ്ട്, അത് നമുക്ക് പല പെർസ്പെക്റ്റീവിലൂടെ നമുക്ക് അതിനെ വായിച്ചെടുക്കാം, അനലൈസ് ചെയ്തെടുക്കാം. അപ്പൊ നമുക്കറിയാം, ഫോർ എക്സാമ്പിൾ നമ്മളൊരു നോവൽ കിട്ടുവാണ്. ആ നോവൽ നമുക്ക് വേണമെങ്കിൽ ഫെമിനിസം വെച്ചിട്ട്, ഫെമിനിസ്റ്റ് ഗ്ലാസ്, നമ്മളൊരു ഒരു എന്തെങ്കിലും ഒരു കാര്യം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അതിന് നമ്മൾ ഒരു എന്താ പറയാ, നമ്മളൊരു മഞ്ഞ കളറിലെ ഗ്ലാസ് വെച്ച് നോക്കുവാണെങ്കിൽ നമുക്ക് എന്തായിരിക്കും, അത് യെല്ലോ കളറിലായിരിക്കും കാണാം. അതേസമയം ഒരു പിങ്ക് കളർ ഗ്ലാസ് ആണെങ്കിൽ അതിൽ പിങ്ക് കളർ ആയിരിക്കും ആ ഒരു വസ്തുവിൽ നമ്മൾ കാണുന്നത്. അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മൾ ഒരു ഡേറ്റ കിട്ടിക്കഴിയുമ്പോൾ അത് നമ്മൾ എന്ത് ഉപയോഗിച്ചാണോ നോക്കുന്നത്, അതായത് നമ്മളിവിടെ നോക്കാൻ ഉപയോഗിക്കുന്ന വസ്തുക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തിയറീസ് ആണ്. നമുക്ക് ഒരുപാട് തിയറീസ് ഉണ്ട്. ഫെമിനിസം ഉണ്ട്, പോസ്റ്റ് മോഡേണിസം ഉണ്ട്, മോഡേണിസം ഉണ്ട്, സൈക്കോ അനാലിസിസ് ഉണ്ട്, അങ്ങനെ ട്രോമ ഉണ്ട്, അങ്ങനെ പല കാര്യങ്ങളുണ്ട്, ക്യൂർ തിയറി ഉണ്ട്. അപ്പൊ അങ്ങനെ പല പല തിയറീസ് വെച്ചിട്ട് നമ്മൾ അനലൈസ് ചെയ്യാറുണ്ട്. അപ്പൊ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ലാംഗ്വേജിനെ എങ്ങനെയാണ് സ്ട്രക്ചറലിസം വെച്ച് അനലൈസ് ചെയ്തിരിക്കുന്നതെന്ന് നോക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ സ്ട്രക്ചർ, ക്ലാസിന്റെ ഒരു സ്ട്രക്ചർ എങ്ങനെയാണെന്ന് ആദ്യം നമുക്ക് നോക്കണ്ടേ. അപ്പൊ നമുക്ക് the structure of the class. Here we will be starting with an introduction about structuralism, or what this class is about എന്നുള്ളതാണ് ഇൻട്രൊഡക്ഷനിൽ കൊടുക്കുക. ആൻഡ് സ്ട്രക്ചറലിസം ഇൻ ലിംഗ്വിസ്റ്റിക്സിൽ, അതായത് ലാംഗ്വേജ് സ്റ്റഡീസിൽ സ്ട്രക്ചറലിസത്തിന്റെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ അതിന്റെ ഇമ്പാക്റ്റ് ആണ് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ആ ഒരു സ്റ്റഡി ബിഗിൻ ചെയ്തത് സൊഷ്യൂർ ആണ്. ഇപ്പൊ സൊഷ്യൂർ, ഫെർഡിനാൻഡ് സൊഷ്യൂർ എന്ന് പറഞ്ഞിട്ട് ഉള്ള ഫ്രഞ്ച് ലിംഗ്വിസ്റ്റ് ആണ്, സ്വിസ് ലിംഗ്വിസ്റ്റ് ആണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ ആ സ്വിസ് ലിംഗ്വിസ്റ്റിന്റെ പ്രിൻസിപ്പിൾസ്, അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. അദ്ദേഹത്തിന്റെ കുറെ കാഴ്ചപ്പാടുകൾ, അദ്ദേഹം ലാംഗ്വേജിനെ അനലൈസ് ചെയ്തു. ഈ സ്ട്രക്ചറലിസം എന്ന് പറയുന്ന ആ ഒരു തിയറി വെച്ച് അനലൈസ് ചെയ്തിട്ട് അതിൽ നിന്ന് നമുക്ക് ലാംഗ്വേജിന് ഒരുപാട് കണ്ടെത്തലുകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതെല്ലാം കുറച്ച് കീ ടേംസ്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടേംസ് ആണ്. ഇതൊന്നും നമുക്ക് എക്സാമിന് ചോദിക്കാണ്ട് പോവില്ല, അതുകൊണ്ട് ആ ടേംസ് എല്ലാം നമ്മൾ പഠിക്കണം. പിന്നെ അതിനുശേഷം അമേരിക്കൻ ലിംഗ്വിസ്റ്റ് ഉണ്ട്. അതായത് അമേരിക്കൻ ലിംഗ്വിസ്റ്റ് ഈ സ്ട്രക്ചറലിസം യൂസ് ചെയ്ത് ലാംഗ്വേജിനെ അനലൈസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ സോഷ്യോറിന്റെ മോഡലിൽ തന്നെ ചെറിയ ചെറിയ വ്യത്യാസങ്ങളായിട്ട് അവിടെ നമ്മൾ ബ്ലൂംഫീൽഡിയൻ തിയറീസ് ആണ്, അല്ലെങ്കിൽ ബ്ലൂംഫീൽഡിയൻ അനാലിസിസ് ആണ് അവിടെ പഠിക്കാനുള്ളത്. അപ്പൊ ബ്ലൂംഫീൽഡും അമേരിക്കയില് ബ്ലൂംഫീൽഡ് ആയിരുന്നു, യൂറോപ്പില് നമ്മുടെ സൊഷ്യൂർ ആയിരുന്നു. അപ്പൊ ഇവരുടെ രണ്ടിന്റെയും ഒരു ഡിഫറൻഷിയേറ്റ് ചെയ്ത് ആ ഒരു സ്ട്രക്ചറിലും വെച്ചിട്ട് ലാംഗ്വേജിനെ എങ്ങനെയാണ് അനലൈസ് ചെയ്തെന്നുള്ളത് നമുക്ക് പഠിക്കാനുണ്ട്. പിന്നെ ഡിഫറൻസ് ബിറ്റ്വീൻ അമേരിക്കൻ ആൻഡ് യൂറോപ്യൻ സ്ട്രക്ചറലിസം, ഈ അമേരിക്കനും യൂറോപ്യൻ സ്ട്രക്ചറലിസം തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ്, ഇത് രണ്ടും പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് ആ ഒരു ഡിഫറൻസ് ഓട്ടോമാറ്റിക്കലി നമുക്ക് മനസ്സിലാവും. അപ്പൊ ആ ഒരു ഡിഫറൻസ് നമുക്ക് പഠിക്കാനുണ്ട്. പിന്നെ കീവേഡ്സ് നമ്മൾ ഈ ക്ലാസ്സിൽ മുഴുവൻ നമ്മൾ കീവേഡ്സ് പഠിച്ചു പോകുന്നുണ്ട്.
പക്ഷെ എന്നിരുന്നാലും നമ്മൾ അതൊന്നുകൂടി അനലൈസ് ചെയ്യും, അല്ലെങ്കിൽ ആ കീ ടേംസ് ഒന്നുകൂടി ഒന്ന് നമ്മൾ ഓർത്തെടുക്കും. ഓക്കെ, then towards the end, question and answer. As usual, നമുക്ക് question and answer, important questions അതിന്റെ ആൻസേഴ്സും നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യും. അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിന്റെ സ്ട്രക്ചർ. അപ്പൊ ഇതിൽ നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ ഇത് 2 പാർട്ടായിട്ട്, ഇത് ഇച്ചിരി വലിയൊരു യൂണിറ്റ് ആണ് കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ 2 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇൻ ദ ഫസ്റ്റ് പാർട്ട് വി വിൽ ബി ഡീലിംഗ് വിത്ത് സ്ട്രക്ചറലിസം ഇൻ യൂറോപ്പ്. Okay, and in the second part we will be dealing with structuralism in America, and then structuralist analysis of language in America, and keywords and questions. അപ്പോൾ നമുക്ക് begin ചെയ്യാം. So first we will be dealing with introduction about structuralism in Europe. Introduction to structuralism. അപ്പോൾ based on the 20th century scholarship, they said that we cannot define anything unless we reach the base or the structure of the system, unless we understand the structure of the system. അപ്പോൾ 20th century scholarship സ്കോളേഴ്സ് പറയുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കൊരു കാര്യം മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ആ ഒരു ബേസിക് സ്ട്രക്ചറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. വി മസ്റ്റ് നോ ദി സ്ട്രക്ചർ ഓഫ് ദ സിസ്റ്റം, അല്ലേ? ഫോർ എക്സാമ്പിൾ, നമുക്ക് ഓൾറെഡി നിങ്ങൾ കേട്ടിട്ടുണ്ടാവാം ജോൺ ടണ്ണിന്റെ പോയം നോ മാൻ ഇസ് ആൻ ഐലൻഡ്. ഓക്കെ, വേർ ഹി സേസ് ദാറ്റ് നോ മാൻ ഇസ് ആൻ ഐലൻഡ്, എവറി മാൻ ഈസ് എ പീസ് ഓഫ് ദി കോണ്ടിനെന്റ്. കോണ്ടിനെന്റിന്റെ ഒരു പീസ് ആണ്, അല്ലെങ്കിൽ എല്ലാ മനുഷ്യരും ഒരു കോണ്ടിനെന്റിന്റെ ഭാഗമാണ്, അല്ലെ? ഒരു ചെറിയൊരു പീസ് എല്ലാം കൂടി കണക്ട് ചെയ്താണ് നമുക്ക് ഒരു കോണ്ടിനെന്റ് എന്ന് പറയാൻ പറ്റുന്നത്. സോ നോ മാൻ ഈസ് ആൻ ഐലൻഡ് എന്ന് പറയുന്ന പോലെ തന്നെ ഒന്നും തന്നെ നമുക്ക് ഐസൊലേറ്റഡ് ആയിട്ട് നമുക്കൊന്നിനെയും ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ സോ എന്തിനെങ്കിലും നമ്മൾ ഡിഫൈൻ ചെയ്യണമെങ്കിൽ അതുമായിട്ടുള്ള റിലേഷൻ വെച്ചിട്ട് വേണം ഡിഫൈൻ ചെയ്യാൻ. നമുക്ക് കുറച്ചുകൂടി സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മളെ തന്നെ ഡിഫൈൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്, ഒരു ഇന്റർവ്യൂവിനൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്? നിങ്ങൾ വന്ന സ്ഥലം, അല്ലെങ്കിൽ നിങ്ങൾ ജനിച്ച സ്ഥലം വെച്ചിട്ടായിരിക്കാം. ചിലപ്പോൾ നിങ്ങളുടെ പേരൻസിനെ പറ്റിയിട്ടായിരിക്കാം നിങ്ങൾ അറിയപ്പെടുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ച സ്കൂൾസ് അല്ലെങ്കിൽ കോളേജസ് വെച്ചിട്ടായിരിക്കാം നിങ്ങൾ അറിയപ്പെടുന്നത്. അപ്പൊ അതുപോലെ തന്നെ നമുക്ക് ഒന്നിനെയും ഒറ്റയായിട്ട് നമുക്ക് അതിനെ ഡിഫൈൻ ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് എന്തിനെങ്കിലും ഡിഫൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന്റെ ആ ഒരു റിലേഷൻ വെച്ചിട്ട്, ബാക്കിയുള്ള ആ ഒരു എൻവയോൺമെന്റ് അല്ലെങ്കിൽ സറൗണ്ടിങ്ങുമായിട്ടുള്ള റിലേഷൻ വെച്ചിട്ട് നമുക്കതിനെ ഡിഫൈൻ ചെയ്യാൻ പറ്റുള്ളൂ. അതേ പ്രിൻസിപ്പിൾ തന്നെയാണ് ഇവിടെ സ്ട്രക്ചറലിസം എന്ന് പറയുന്നത്. സോ എല്ലാ കാര്യങ്ങളും ഒരു സ്ട്രക്ചറിന്റെ ഒരു ഭാഗമാണ് എന്നുള്ളതാണ് ഐഡിയ. അപ്പൊ അത് തന്നെ നമുക്ക് ലിംഗ്വിസ്റ്റിക്സിൽ അപ്ലൈ ചെയ്യുന്നുണ്ട്, ഫെർഡിനാൻഡ് സൊഷൂർ. പക്ഷേ സ്ട്രക്ചറലിസം എന്ന് പറയുന്ന ആ ഒരു ഐഡിയ ആദ്യമായിട്ട് വന്നത് ആന്ത്രോപോളജിയിലാണ്. അപ്പൊ സോ നിങ്ങൾ ക്ലോഡ് ലെവി സ്ട്രോസ് എന്ന് പറഞ്ഞ ഫ്രഞ്ച് എന്താ പറയാ ലിംഗ്വിസ്റ്റ് അല്ലെങ്കിൽ ആന്ത്രോപോളജിസ്റ്റിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം, ക്ലോഡ് ലെവി സ്ട്രോസ്. അപ്പൊ അദ്ദേഹത്തിന്റെ വർക്ക് ആന്ത്രോപോളജി സ്ട്രക്ചറലി, വിച്ച് വാസ് പബ്ലിഷ്ഡ് ഇൻ 1958. So in this book came the idea structuralism for the first time. Structuralism എന്ന് പറഞ്ഞ ഐഡിയ വന്നത് ഈ പറഞ്ഞ ആന്ത്രോപോളജി സ്ട്രക്ചറൽ, അല്ലെങ്കിൽ സ്ട്രക്ചറൽ ആന്ത്രോപോളജി എന്ന് ഇംഗ്ലീഷിൽ ആ ഒരു ബുക്കിന്റെ ട്രാൻസ്ലേഷൻ ഉണ്ട്. അപ്പൊ സോ സ്ട്രക്ചറൽ ആന്ത്രോപോളജിയിലാണ് ക്ലോഡ് ലെവി സ്ട്രോസ് ആദ്യമായിട്ട് ഈ സ്ട്രക്ചറലിസം എന്ന് പറഞ്ഞ ഐഡിയ ഡിസ്കസ് ചെയ്യുന്നത്. So he used this idea of structuralism to define kinship, അല്ലെങ്കിൽ mythology, അല്ലെങ്കിൽ ആ ഒരു ഹ്യൂമൻ ബീങ്സ്. ആന്ത്രോപോളജി നിങ്ങൾക്ക് അറിയാം എന്താണ് ആന്ത്രോപോളജി ഈസ് ദ സ്റ്റഡി ഓഫ് മാൻകൈൻഡ്, അല്ലെങ്കിൽ ഹ്യൂമൻ ബീങ്സ് അല്ലെങ്കിൽ ഹ്യൂമാനിറ്റീനെ പറ്റിയുള്ള സ്റ്റഡിയാണ് ഈ പറയുന്ന ആന്ത്രോപോളജി എന്ന് പറയുന്നത്. അപ്പൊ സോ ആദ്യമായിട്ട് ഈ ഒരു സ്ട്രക്ചറലിസം എന്ന് പറഞ്ഞ ഐഡിയ വരുന്നത് നമ്മുടെ ക്ലോഡ് ലെവി സ്ട്രോസ് ആന്ത്രോപോളജിയിൽ അത് അപ്ലൈ ചെയ്തപ്പോഴാണ്. അപ്പൊ സോ he also applied this, he used to analyze language also. ലിംഗ്വിസ്റ്റിക് സ്റ്റഡീസിലും ഈ ക്ലോഡ് ലെവി സ്ട്രോസ് ഇത് അപ്ലൈ ചെയ്യുന്നുണ്ട്. Okay, so he used this structuralism to uncover the meaning in human culture, and particularly focusing on kinship system, അല്ലെങ്കിൽ ആ റിലേഷൻ, മിത്തോളജിയിൽ ക്യാരക്ടേഴ്സിന്റെ റിലേഷൻ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇദ്ദേഹം സ്ട്രക്ചറലിസം ആദ്യമായിട്ട് യൂസ് ചെയ്യുന്നത്. Okay, so the structuralism provide a framework for analyzing system of meaning independently of individual interpretation. അപ്പോൾ സോ ഈ ഒരു സിസ്റ്റം ഓഫ് മീനിങ് ആണ് അവിടെ ഇന്റർപ്രറ്റ് ചെയ്യുന്നത്. അപ്പോൾ സോ ഒരൊറ്റ ഒരു സാധനത്തിനെ മാത്രം എടുത്തല്ല ഇവിടെ സ്റ്റഡി ചെയ്യുന്നത്, ഒരു സിസ്റ്റം ഓഫ് മീനിങ്ങിനെയാണ് ഇവിടെ അനലൈസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി സ്കോപ്പ് ആൻഡ് ഇമ്പാക്ട് ഓഫ് സ്ട്രക്ചറലിസം ആണ് നോക്കാൻ പോകുന്നത്. സ്ട്രക്ചറലിസം, though it originated in anthropology, we can apply the same thing into literature, music, to the study of literature, music, and language, and what myth, art, everything. Okay, എന്തിൽ വേണമെങ്കിലും നമുക്ക് ഈ സ്ട്രക്ചറലിസം യൂസ് ചെയ്ത് പഠനം നടത്താൻ പറ്റും. And here this structuralism is described as a thematic region by his name, Basil Bernstein എന്ന് പറയുന്ന ഒരു ബ്രിട്ടീഷ്
ലിംഗ്വിസ്റ്റ് ഇതിന് ഈ പറയുന്ന സ്ട്രക്ചറലിസ്റ്റിനെ വിളിച്ചത് തീമാറ്റിക് റീജിയൻ എന്നാണ്. നിങ്ങൾ ഓൾറെഡി നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. തീമാറ്റിക് റീജിയൻ എന്നാണ് അദ്ദേഹം സ്ട്രക്ചറലിസ്റ്റിനെ പറയുന്നത്. ആൻഡ് വിച്ച് ഇന്റഗ്രേറ്റ് മൾട്ടിപ്പിൾ ഡിസിപ്ലിൻസ് ആൻഡ് ടെക്നോളജി. മൾട്ടിപ്പിൾ ഡിസിപ്ലിൻസ്, പല പല ഡിസിപ്ലിനെ ഒന്നിച്ച് ടെക്നോളജീസിനൊക്കെ ഇന്റഗ്രേറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു തീമാറ്റിക് റീജിയൻ ആയിട്ടാണ് ഈ സ്ട്രക്ചറലിസ്റ്റിനെ അദ്ദേഹം കാണുന്നത്. അപ്പൊ ഈ സ്ട്രക്ചറലിസ്റ്റിന്റെ മെത്തഡോളജി എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ സ്റ്റഡി തിങ്സ് ഇൻ ആസ് എൻ ഇന്റർകണക്റ്റഡ് തിങ്, അല്ലെങ്കിൽ ഇന്റർകണക്റ്റഡ്നെസ് എന്ന് വെച്ചിട്ടാണ് അവർ പഠിക്കുന്നത്. അതായത് എല്ലാ സാധനങ്ങളും ഇന്റർകണക്റ്റഡ്. നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എവറിത്തിങ് ഇൻ റിലേഷൻ ടു സംതിങ് എൽസ്, അല്ലെ? എന്തെങ്കിലും ഒരു കാര്യമല്ല, ഒറ്റയായിട്ടല്ല പഠിക്കുന്നത്, അത് എന്തെങ്കിലുമായിട്ട് നമുക്ക് റിലേറ്റ് ചെയ്താണ് അവിടെ പഠിക്കുന്നത്. ആൻഡ് ഇവിടെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ആ അണ്ടർലൈനിങ് സ്ട്രക്ചർ, എല്ലാത്തിനും ഒരു അണ്ടർലൈനിങ് സ്ട്രക്ചർ ഉണ്ട്. ആ സ്ട്രക്ചറിനാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപ്പൊ നമുക്ക് ഈ ലിംഗ്വിസ്റ്റിക് ലാംഗ്വേജ് സ്റ്റഡീസിലേക്ക് വരികയാണെങ്കിൽ ഓളിയർ വി ഹാഡ് ഹിസ്റ്റോറിക്കൽ സ്റ്റഡി ഓഫ് ലാംഗ്വേജ്, അല്ലെ? ഒറിജിൻ ഓഫ് ലാംഗ്വേജിനെ പറ്റിയൊക്കെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ ആ ഒരു ഒറിജിൻ ഓഫ് ലാംഗ്വേജിൽ നമുക്ക് നമ്മൾ കുറെ തിയറീസ് ഒക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ എല്ലാവരും ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. ഡിവൈൻ റൈറ്റ് തിയറി, പിന്നെ എന്താ പറയാ, പൂ തിയറി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ തിയറീസ് പോലെ അങ്ങനെ നമുക്ക് ഹിസ്റ്റോറിക്കൽ സ്റ്റഡി ആയിരുന്നു ഇത്രയും നാളുണ്ടായിരുന്നത്. അപ്പൊ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇപ്പൊ ഒരു സ്റ്റഡി നടത്തുന്ന ഒരു എന്താ പറയാ, ഇത് പറയുകയാണെങ്കിൽ ഇറ്റ് സ്റ്റഡീസ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ലാംഗ്വേജ് അറ്റ് എ സിംഗിൾ പോയിന്റ് ഓഫ് ടൈം. ഒരു സിംഗിൾ പോയിന്റ് ഓഫ് ടൈമിൽ ലാംഗ്വേജിന്റെ ആ ഒരു ഇമ്പാക്ട്, അല്ലെങ്കിൽ ലാംഗ്വേജിനെ പറ്റിയിട്ട് ഒരു സിംഗിൾ പോയിന്റ് ഓഫ് ടൈം എടുത്തിട്ട് ആ ഒരു പീരീഡിൽ ലാംഗ്വേജിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഇവിടെ സ്ട്രക്ചറലിസ്റ്റ് പഠിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ആൻഡ് നൗ സ്ട്രക്ചറലിസം ഇൻ ലിംഗ്വിസ്റ്റിക്സ്. അപ്പൊ ലിംഗ്വിസ്റ്റിക്സിൽ ഈ സ്ട്രക്ചറലിസത്തിന്റെ ഇമ്പാക്ട് എന്ന് പറയുമ്പോൾ ആക്ച്വലി ക്ലോഡ് ലെവി-സ്ട്രോസ് ഓൾസോ യൂസ് ദി സ്ട്രക്ചറലിസം ഇൻ ലിംഗ്വിസ്റ്റിക്സ്, അല്ലെ? ആന്ത്രോപോളജിക് സ്റ്റഡീസിൽ എന്താ പറയാ ഈ ആന്ത്രോപോളജിക്കൽ സ്റ്റഡീസിൽ ഈ ലാംഗ്വേജിന്റെ ഇൻഫ്ലുവൻസും വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ആ ലാംഗ്വേജിന്റെ ഇൻഫ്ലുവൻസും അദ്ദേഹം സ്റ്റഡി ചെയ്തിട്ടുണ്ട്, ക്ലോഡ് ലെവി-സ്ട്രോസ് സ്റ്റഡി ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്കിനി അടുത്തതുള്ളത് സ്ട്രക്ചറലിസ്റ്റ് പെർസെപ്ഷൻ ഓഫ് ലാംഗ്വേജ്. സ്ട്രക്ചറലിസ്റ്റിന്റെ ആ ഒരു ലാംഗ്വേജിനെ പറ്റിയുള്ള കോൺസെപ്റ്റ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ ദേ കൺസിഡർ ലാംഗ്വേജ് ആസ് എ ടോട്ടൽ സിസ്റ്റം. ലാംഗ്വേജ് എന്ന് പറയുന്ന ഒരു ടോട്ടൽ സിസ്റ്റം ആണ്. ഓക്കെ, ഒരു വലിയൊരു സിസ്റ്റം ആണ്. അപ്പൊ അതിനെ കൂടുതലായിട്ട് അനലൈസ് ചെയ്യുക എന്നുള്ളതാണ് സ്ട്രക്ചറലിസ്റ്റിന്റെ ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറയുന്നത്. ആൻഡ് ദേ ഓൾസോ കൺസിഡർ ലാംഗ്വേജ് ആസ് ഹാവിങ് എ സോഷ്യൽ ഫംഗ്ഷൻ. സോഷ്യൽ ഫംഗ്ഷൻ ഉണ്ട് ലാംഗ്വേജിന്. ഓക്കെ, അവിടെ നമുക്കൊരു ടൂൾ അല്ലെങ്കിൽ മീഡിയം ഫോർ കമ്മ്യൂണിക്കേഷൻ ആണ് ഈ ലാംഗ്വേജ്. അവർ കൺസിഡർ ചെയ്യുന്നത് ലാംഗ്വേജിന് ഒരു ഫംഗ്ഷൻ ഉണ്ട്, ഒരു സോഷ്യൽ ഫംഗ്ഷൻ ഉണ്ട്, അവിടെ ഏതൊരു ടൂൾ ആയിട്ടാണ് ഫംഗ്ഷൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതിനെപ്പറ്റി നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ഇനി സോഷ്യോന്റെ കോൺസെപ്റ്റ്സ് പഠിക്കും. ഇനി അത് കൂടാതെ ലാംഗ്വേജിന് ദർ ഇസ് എ ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ ഹിസ്റ്റോറിക്കൽ ഫിനോമിനൻ ആൻഡ് ലിംഗ്വിസ്റ്റിക് സിസ്റ്റം. ഹിസ്റ്റോറിക്കൽ ഫിനോമിനനും ലിംഗ്വിസ്റ്റിക് സിസ്റ്റം തമ്മിലൊരു നല്ലൊരു ഡിസ്റ്റിങ്ഷൻ ഉണ്ടെന്നാണ് സ്ട്രക്ചറലിസ്റ്റ് പറയുന്നത്. ഹിസ്റ്റോറിക്കൽ സ്റ്റഡി നമുക്കറിയാം, നമ്മൾ ഓൾറെഡി ഓൾഡ് ഇംഗ്ലീഷ്, മിഡിൽ ഇംഗ്ലീഷ്, മോഡേൺ ഇംഗ്ലീഷ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. നിങ്ങൾ ജസ്റ്റ് ചെറിയ ഐഡിയ നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടായിരിക്കാം. അപ്പൊ അതുപോലെ തന്നെ ആ ഒരു ഹിസ്റ്റോറിക്കൽ സ്റ്റഡിയും ലിംഗ്വിസ്റ്റിക് സിസ്റ്റവും തമ്മിൽ വളരെയധികം ഡിഫറൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ സ്ട്രക്ചറലിസ്റ്റ് എങ്ങനെയാണ് ലാംഗ്വേജിനെ പഠിക്കുന്നത് പറഞ്ഞാൽ ഇത് ലാംഗ്വേജ് ആസ് എ സ്റ്റാറ്റിക് സിസ്റ്റം. സ്റ്റാറ്റിക് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ പോയിന്റ് അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ പോയിന്റ് ഓഫ് ടൈമിൽ ലാംഗ്വേജ് എന്താണ്, എങ്ങനെ ഇരിക്കുന്നു, അല്ലെങ്കിൽ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്, അതിന്റെ ഫീച്ചേഴ്സ്, ക്യാരക്ടറിസ്റ്റിക്സ് അറ്റ് എ പർട്ടിക്കുലർ പോയിന്റ് ഓഫ് ടൈം, അതാണ് സ്ട്രക്ചറലിസ്റ്റ് സ്റ്റഡി ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് പക്ഷെ അതേസമയം ദേ ക്യാൻ ഓൾസോ ഫോക്കസ് ഓൺ ദി ഹിസ്റ്റോറിക്കൽ ആസ്പെക്ട്സ് ഓഫ് ലാംഗ്വേജ്, അല്ലെ? ഹിസ്റ്റോറിക്കൽ ഫംഗ്ഷൻ അല്ലെങ്കിൽ ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ എവല്യൂഷൻ ഓഫ് ലാംഗ്വേജും ഈ സ്ട്രക്ചറലിസ്റ്റിന് അനലൈസ് ചെയ്യാൻ പറ്റും. അപ്പൊ ഈ രണ്ട് കാര്യങ്ങളും സ്ട്രക്ചറലിസ്റ്റിന് ചെയ്യാൻ പറ്റും. അതായത് സ്റ്റാറ്റിക് ആയിട്ട് അറ്റ് എ ഗിവൺ പോയിന്റ് ഓഫ് ടൈമിൽ ഒരു ലാംഗ്വേജിനെ കൂടുതലായിട്ട് അനലൈസ് ചെയ്യാൻ പറ്റും. അറ്റ് ദ സെയിം ടൈം ദേ ക്യാൻ ഓൾസോ അനലൈസ് ലാംഗ്വേജ് ഹിസ്റ്റോറിക്കലി, അല്ലെങ്കിൽ ഹിസ്റ്റോറിക്കൽ സിഗ്നിഫിക്കൻസ് ഓഫ് എ ലാംഗ്വേജ് ക്യാൻ ഓൾസോ ബി ഡിഫൈൻഡ്. അപ്പൊ ഇത് രണ്ടും തന്നെ ഈ പറയുന്ന സ്ട്രക്ചറലിസ്റ്റിന് പറ്റും. ഓക്കെ, അപ്പൊ ആ ഒരു നമ്മളിപ്പോ 3 കാര്യങ്ങൾ പഠിച്ചു. സ്ട്രക്ചറലിസ്റ്റ് എങ്ങനെയാണ് ലാംഗ്വേജ്, ഒന്നെന്ന് പറയുന്നത് ലാംഗ്വേജിനെ ഒരു ടോട്ടൽ സിസ്റ്റം ആയിട്ട് കാണുന്നു. 2, ദർ ഇസ് എ സോഷ്യൽ ഫംഗ്ഷൻ, ലാംഗ്വേജ് ഹാസ് എ സോഷ്യൽ ഫംഗ്ഷൻ. പിന്നെ മൂന്നാമത്തത് they study language as a static system, and also they study language as a is having historical importance, അല്ലെങ്കിൽ historical phenomenon of language. Okay, ലാംഗ്വേജിന്റെ ഹിസ്റ്റോറിക്കൽ ഫിനോമിനലും പഠിക്കുന്നുണ്ട്. അതേസമയം ലാംഗ്വേജ് അറ്റ് ദ പ്രസന്റ് അല്ലെങ്കിൽ ഗിവൺ പോയിന്റ് ഓഫ് ടൈം, ഇപ്പൊ നടക്കുന്ന ലാംഗ്വേജിന്റെ ഇപ്പോഴത്തെ സ്റ്റാറ്റസ് പഠിക്കാൻ പറ്റും. അല്ലെങ്കിൽ ഒരു ഗിവൺ പോയിന്റ് ഓഫ് ടൈമിൽ ലാംഗ്വേജിനെ പറ്റിയിട്ട് കൂടുതലായിട്ട് സ്റ്റഡി ചെയ്യാനും ഈ പറയുന്ന ലിംഗ്വിസ്റ്റിക്സിന് പറ്റും.
ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഫെർഡിനാൻഡ് ദി സൊഷൂർ. ഫെർഡിനാൻഡ് ദി സൊഷൂറിനെ പറ്റിയിട്ട് ഒരു ചെറിയൊരു പ്രൊഫൈൽ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് സൊഷൂർ and he is the founder, he is considered as the founder of structuralism in linguistics. Okay, the founder of linguistic structuralism നമുക്ക് പറയാൻ പറ്റില്ല, founder of അല്ലെങ്കിൽ he is the one who applied structuralism in linguistics. ലിംഗ്വിസ്റ്റിക്സിൽ ഈ പറയുന്ന സ്ട്രക്ചറലിസം അപ്ലൈ ചെയ്തത് ഇദ്ദേഹമാണ്. And he authored the book Courses in General Linguistics. അപ്പോൾ Courses in General Linguistics എന്ന് പറയുന്ന ബുക്ക് അത് പിന്നീട് 1916 പബ്ലിഷ് ചെയ്തത്, പോസ്റ്റമസ് പബ്ലിക്കേഷൻ ആണ്. ആൻഡ് ആക്ച്വലി ഇറ്റ് വാസ് നോട്ട് പബ്ലിഷ്ഡ് ബൈ ഫെർഡിനാൻഡ് ദി സൊഷൂർ. സൊഷൂറിന്റെ സ്റ്റുഡൻസ്, സ്കോളേഴ്സ് ഈ പറയുന്ന പോലെ അദ്ദേഹത്തിന്റെ ലെക്ചേഴ്സ് എഴുതി വെച്ചിട്ട് ആ ലെക്ചേഴ്സ് എല്ലാം കൂടി കൂട്ടി ചേർത്ത് പബ്ലിഷ് ചെയ്താണ് കോഴ്സസ് ഇൻ ജനറൽ ലിംഗ്വിസ്റ്റിക്സ് എന്ന് പറയുന്ന വർക്ക്. അപ്പൊ അതിൽ നിന്നാണ് നമുക്ക് കൂടുതലായിട്ട് സ്ട്രക്ചറലിസത്തിനെ പറ്റി, സ്ട്രക്ചറലിസം ആൻഡ് ലാംഗ്വേജ്, ആ ഒരു ലിംഗ്വിസ്റ്റിക്സിലെ സ്ട്രക്ചറലിസം അപ്ലൈ ചെയ്ത് എങ്ങനെ സ്റ്റഡി നടത്തി എന്നുള്ളത് നമുക്ക് അറിയാൻ കഴിയുന്നത്. ആൻഡ് ഹി ഓൾസോ ഇൻട്രൊഡ്യൂസ് സൈൻ തിയറി, സിഗ്നിഫയർ. അപ്പൊ ഒരു സൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മുടെ ലാംഗ്വേജ് എന്ന് പറയുന്നത് ഒരു സൈൻ ആണ്, ഒരു സിമ്പിൾ ആണ്, നമ്മൾ ഓൾറെഡി പഠിച്ചു. അപ്പൊ ഒരു സൈൻ തിയറി, അപ്പൊ ആ ഒരു സൈൻ എന്ന് പറയുന്ന, ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോ പറയുകയാണെങ്കിലും ഞാനിപ്പോ ഒരു വേർഡ് എഴുതി കാണിക്കുകയാണ്. ഓക്കെ, പെൻ അല്ലെങ്കിൽ ട്രീ എന്ന് പറഞ്ഞിട്ടൊരു വേർഡ് എഴുതി കാണിക്കുകയാണ്. ആ ട്രീ എന്ന് എഴുതിയ ആ ലാംഗ്വേജ്, അതാണ് സൈൻ എന്ന് പറയുന്നത്. ഓക്കെ, ആ സൈൻ എന്ന് പറയുന്നത് വീണ്ടും ഡിസെക്ട് ചെയ്തിട്ട് അദ്ദേഹം സിഗ്നിഫയർ ആൻഡ് സിഗ്നിഫൈഡ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അടുത്ത സ്ലൈഡിൽ പറഞ്ഞുതരാം. അപ്പൊ ഹി ഇൻട്രൊഡ്യൂസ് സൈൻ തിയറി. അപ്പം ഈ പറയുന്ന ഫെർഡിനാൻഡ് ദി സൊഷൂർ ഇൻട്രൊഡ്യൂസ് സൈൻ തിയറി. ആൻഡ് ഹി ഓൾസോ അഡ്വക്കേറ്റഡ് സിൻക്രോണിക് അപ്രോച്ച് ടു ലാംഗ്വേജ്, സിൻക്രോണിക് സ്റ്റഡി ഓഫ് ലാംഗ്വേജ്. സിൻക്രോണിക് സ്റ്റഡി എന്ന് പറഞ്ഞാൽ എന്താണ്? സിൻക്രോണിക് എന്ന് പറഞ്ഞിട്ട് വേർഡിന്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ സിൻക്രോണിക് ഡാൻസ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലെ? സിൻക്രോണിക് ഡാൻസ് എന്ന് പറഞ്ഞാൽ രണ്ടോ മൂന്നോ നാലോ പേര് ഒന്നിച്ചിരുന്ന് ഒരേപോലത്തെ സ്റ്റെപ്പ് ഒരേപോലെ ഇങ്ങനെ റൗണ്ട് ചെയ്യുക. ഓക്കെ, സിൻക്രോണിക് സാറ്റലൈറ്റ് അങ്ങനെയൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. സിൻക്രോണിക് എന്ന് പറഞ്ഞാൽ ഒരേപോലെ ഒന്നിച്ച്, ഓക്കെ, ഒരേപോലത്തെ ഒന്നിച്ചുള്ള മൂവ്മെന്റ്സ് ആണ് സിൻക്രോണിക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ സിൻക്രോണിക് ഡാൻസസ് കണ്ടിട്ടുണ്ടാവും, രണ്ടുപേരും ഒരേപോലെ തന്നെ ഡാൻസ് ചെയ്യുന്നത്, അതാണ് സിൻക്രോണിക് ഡാൻസ്. അപ്പൊ അതുപോലെ തന്നെ ഇവിടെ അഡ്വക്കേറ്റ് ഫെർഡിനാൻഡ് ദി സൊഷൂർ സിൻക്രോണിക് അപ്രോച്ച് ടു ലാംഗ്വേജ് ആണ്, അതായത് പ്രസന്റ് മൊമെന്റ് അല്ലെങ്കിൽ ഇപ്പോഴത്തെ ലാംഗ്വേജിനെ പറ്റിയിട്ടാണ് സ്റ്റഡി ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ സിൻക്രോണിക്കിന്റെ ഓപ്പോസിറ്റ് ഒരു വേർഡ് കാണുമല്ലോ, ഡയക്രോണിക് സ്റ്റഡി. നേരത്തെ ഉണ്ടായിരുന്ന ഡയക്രോണിക് സ്റ്റഡി, അതായത് എവല്യൂഷൻ ഓഫ് ലാംഗ്വേജ്, ഹിസ്റ്റോറിക്കൽ സ്റ്റഡി ഓഫ് ലാംഗ്വേജ്, അതാണ് ഡയക്രോണിക് സ്റ്റഡി എന്ന് പറയുന്നത്. സിൻക്രോണിക് സ്റ്റഡി എന്ന് പറഞ്ഞാൽ അറ്റ് എ പർട്ടിക്കുലർ അല്ലെങ്കിൽ അറ്റ് എ ഗിവൺ പോയിന്റ് ഓഫ് ടൈമിൽ ആ ലാംഗ്വേജ് നടത്തുന്ന സ്റ്റഡിയാണ് സിൻക്രോണിക് സ്റ്റഡി. അപ്പൊ അത് അഡ്വക്കേറ്റ് ചെയ്തത് നമ്മളെ ഫെർഡിനാൻഡ് ദി സൊഷൂർ ആണ്. ആൻഡ് ദെൻ പ്രൊഫൗണ്ട് ഇൻഫ്ലുവൻസ് ഓൺ ലിംഗ്വിസ്റ്റിക് ആൻഡ് അതർ ഡിസിപ്ലിൻ. അപ്പൊ ഈ ലിംഗ്വിസ്റ്റിക്സിൽ വളരെയധികം ഇൻഫ്ലുവൻസ് ഉണ്ട്, അതുപോലെ തന്നെ പല ഫീൽഡിലേക്ക് അദ്ദേഹത്തിന്റെ ഇൻഫ്ലുവൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നമുക്കിനി സൊഷൂറിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അദ്ദേഹത്തിന്റെ പ്രിൻസിപ്പിൾസിനെ പറ്റി നോക്കാം. അദ്ദേഹത്തിന്റെ എന്തൊക്കെയാണ് അദ്ദേഹം കൊണ്ടുവന്ന കുറച്ച് തിയററ്റിക്കൽ പെർസ്പെക്റ്റീവ്സ് ഉണ്ട് ലാംഗ്വേജ് സ്റ്റഡിയിൽ. അപ്പൊ ആ കാര്യങ്ങൾ, നമ്മൾ ലാംഗ്വേജിനെ അദ്ദേഹം എങ്ങനെയാണ് സ്റ്റഡി ചെയ്തത്, ഈ പറയുന്ന സ്ട്രക്ചറലിസം യൂസ് ചെയ്ത് എങ്ങനെയൊക്കെ സ്റ്റഡി ചെയ്തിട്ടുണ്ടെന്ന് നോക്കാം. അപ്പൊ വീണ്ടും നമ്മൾ ഡിസെക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ലാംഗ്വേജിനെ. അപ്പൊ സൊഷൂറിയൻ പ്രിൻസിപ്പിൾസ് ആണ് നോക്കാൻ പോകുന്നത്. So it was his principles were published in Courses in General Linguistics, which was published in 1916. It was a posthumous publication. Already ഞാൻ പറഞ്ഞു, അദ്ദേഹത്തിന്റെ ഇദ്ദേഹത്തിന്റെ ലെക്ചേഴ്സ് എല്ലാം കൂടി കളക്ട് ചെയ്ത് ഇറ്റ് വാസ് പബ്ലിഷ്ഡ് ഇൻ 1916. ഈ ഇയർ ഒക്കെ ഓർത്ത് വെച്ചോളാം. ആൻഡ് ഈ ബുക്കും ഓർത്ത് വെച്ചോളാം. നമ്മൾ ഓൾറെഡി ക്ലോഡ് ലെവി സ്ട്രോസിന്റെ ഒരു ബുക്ക് പഠിച്ചിട്ടുണ്ട്, സ്ട്രക്ചറൽ ആന്ത്രോപോളജി, വിച്ച് വാസ് പബ്ലിഷ്ഡ് ഇൻ 1859. എങ്ങനെയെങ്കിലുമൊക്കെ വെച്ചിട്ട് ഓർത്തിരിക്കുക. ഓക്കെ, സോ കോഴ്സസ് ഇൻ ജനറൽ ലിംഗ്വിസ്റ്റിക്സ് എന്ന് പറയുന്നത് 1916 പബ്ലിഷ് ചെയ്തത്. ആൻഡ് ഇറ്റ് കണ്ടെയ്ൻ പ്രിൻസിപ്പിൾസ് ഓഫ് സൊഷ്യോ, ലാംഗ്വേജ് പ്രിൻസിപ്പിൾസ് ഓഫ് സൊഷ്യോ. ഓക്കെ, സോ ഹിയർ ദ ഫസ്റ്റ് തിങ്, ആദ്യം ഇതിന്റെ അകത്ത് ഡിസ്കസ് ചെയ്യാൻ നമുക്കുള്ളത് ലാങ് ആൻഡ് പാരോൾ. ഇപ്പൊ 2 ടേംസ് ആണ്, ലാങ് ആൻഡ് പാരോൾ. ഓക്കെ, ലാംഗ്വേജ് സ്റ്റഡീസിൽ അപ്പൊ ലാംഗ്വേജിനെ വീണ്ടും അദ്ദേഹം ഡിസെക്ട് ചെയ്യാണ്. അപ്പൊ ലാങ്ങും പരോളും, എന്താണ് ലാങ്ങും പരോളും എന്ന് പറയുന്നത് നമുക്ക് നോക്കാം. അപ്പൊ അദ്ദേഹം ഇതിന്റെ അകത്ത് 2 ടേംസ് കൊടുത്തിട്ടുണ്ട്, ലാങ് ആൻഡ് പരോൾ. ലാങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദി ലാംഗ്വേജ് സിസ്റ്റം ഓർ സ്ട്രക്ചർ. ഒരു ലാംഗ്വേജ് സിസ്റ്റം അല്ലെങ്കിൽ ഒരു സ്ട്രക്ചറിനെയാണ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. അതായത് ഒരു സംതിങ് ദാറ്റ് ഈസ് ഷെയർഡ് ബൈ ദി കമ്മ്യൂണിറ്റി കംപ്ലീറ്റ് ആയിട്ട് ഒന്നിച്ച് ഷെയർ ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ പറയുന്ന ലാങ് എന്ന് പറയുന്നത്. അതായത് ഫോർ എക്സാമ്പിൾ മലയാളം, നമ്മുടെ മലയാളം ലാംഗ്വേജ്, ഇറ്റ് ഈസ് സ്പോക്കൺ ബൈ ദ എൻറ്റയർ കമ്മ്യൂണിറ്റി ഓർ എൻറ്റയർ പീപ്പിൾ ഓഫ് കേരള. അല്ലെ, കേരളത്തിലുള്ള മുഴുവൻ ആൾക്കാരും സംസാരിക്കുന്ന ഒരു ഭാഷയാണ് മലയാളം എന്ന് പറയുന്നത്. അപ്പൊ ദാറ്റ് ഈസ് ദി ലാങ്.
അല്ലെ? അവിടെ ഷെയർ ചെയ്യുന്ന ആ ഒരു ഗ്രാമാറ്റിക്കൽ സ്ട്രക്ചർ അല്ലെങ്കിൽ ആ വേർഡ് യൂസേജ്, അപ്പൊ അതെല്ലാം എന്ന് പറയുന്നത് ഒരു കോമൺ ആണ്, ഒരു കോമൺ പാറ്റേൺ ആണ്. പരോൾ എന്ന് പറയുന്നത് ഒരു ഇൻഡിവിജ്വൽ അട്രൻസ് ആണ്. ഓക്കെ, നമ്മൾ സ്വന്തമായിട്ട് ഒരാൾ ഇൻഡിവിജ്വൽ ഡിഫറൻസ് കാണാം. ഇപ്പൊ കോമൺ ആയിട്ടുള്ള ഒരു വേർഡ് ആണെങ്കിലും ചിലർ അത് പറയുമ്പോൾ ഒരു ചെറിയൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഒരു ചില വേർഡ്സ് ഉണ്ട് നമ്മൾ എന്താ പറയാ 11 എന്നുള്ള ഒരു ലെറ്റർ ഉണ്ടല്ലോ, അത് ചിലര് 11 എന്നൊക്കെ പറയും. അപ്പൊ സോ ഇറ്റ് ഈസ് ആൻ ഇൻഡിവിജ്വൽ അട്രൻസ്. നമ്മളൊരു 11 എന്നൊക്കെ 11 എന്നല്ലല്ലോ അതിന്റെ ശരിക്കും പറഞ്ഞാല് പറയാ, അതാണ് പാരോൾ. 11 ഒന്ന് പറയുന്നതാണ് പാരോൾ. അങ്ങനെ ഓർത്ത് വെച്ചോളാം. അപ്പൊ 11 വൃത്തിയായിട്ട് അത് കറക്റ്റ് ആയിട്ട് അതിന്റെ ഒരു കറക്റ്റ് ഒരു പാറ്റേൺ ഉണ്ടാവുമല്ലോ, ദാറ്റ് ഈസ് ദി ലാങ് വിച്ച് ഈസ് ഷെയർഡ്. 11 എന്നാണ് മുഴുവൻ ആൾക്കാരും പറയുന്നത്. അപ്പൊ ചില ആൾക്കാര്, ചില കുട്ടികളൊക്കെ, ചെറിയ ഒരു കൊച്ചു കുട്ടികളൊക്കെ 11 എന്നൊക്കെ പറയും. അപ്പൊ സോ അതെന്ന് പറയുമ്പോഴത്തേക്കിനും അത് പാരോൾ ആയിട്ട് കണക്ക് കൂട്ടാം. ഓക്കെ, അപ്പൊ സോ സ്ലാങ് എന്ന് പറയുമ്പോഴത്തേക്കിന് ഇറ്റ് ഈസ് ദി ലാംഗ്വേജ് സിസ്റ്റം ഓർ സ്ട്രക്ചർ ആൻഡ് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് വൊക്കാബുലറി, ഗ്രാമർ, പ്രൊനൗൺസിയേഷൻ റൂൾ ആൻഡ് അതർ ലിംഗ്വിസ്റ്റിക് എലമെന്റ്സ്. അപ്പൊ ഇതെല്ലാം ചേർന്നതാണ് ലാങ് എന്ന് പറയുന്നത്. അപ്പൊ കോമൺ ആയിട്ട് നമ്മൾ ഷെയർ ചെയ്യുന്ന കുറച്ച് പെർസ്പെക്റ്റീവ്സ് അല്ലെങ്കിൽ ആ ഒരു കുറച്ച് റൂൾസും റെഗുലേഷൻസും ഉണ്ടാവുമല്ലോ ഒരു ലാംഗ്വേജിന്റെ. അപ്പൊ അതെല്ലാമാണ് ഈ പറയുന്ന ലാങ് എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് സംതിങ് ഷെയർഡ് ബൈ ദി കമ്മ്യൂണിറ്റി. ഓക്കെ, ഇറ്റ് ഈസ് സംതിങ് ദാറ്റ് ഈസ് ഫോളോഡ് ബൈ ദി കമ്മ്യൂണിറ്റി, ദ എൻറ്റയർ കമ്മ്യൂണിറ്റി. ഓക്കെ, ആൻഡ് നൗ അബൌട്ട് ദി പാരോൾ. പാരോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ ആക്ച്വൽ പീസ് ഓർ റൈറ്റിംഗ് യൂസ് ഇൻ കോണ്ടെക്സ്റ്റ്. അപ്പൊ അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ അട്രൻസ് ആണ്, അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ആക്ട് ഓഫ് സ്പീക്കിംഗ് ആണ് ഈ പറയുന്ന പാരോൾ എന്ന് പറയുന്നത്. ഇൻഡിവിജ്വൽ ഡിഫറൻസ്. ഓക്കെ, അപ്പൊ ഒരു ഇൻഡിവിജ്വൽ ഡിഫറൻസ്, ഓരോ ഇൻഡിവിജ്വലിനും ആ ഒരു കാര്യങ്ങൾ ഡീൽ ചെയ്യുന്ന അല്ലെങ്കിൽ ആ ഒരു സെന്റൻസ് സ്ട്രക്ചർ നമ്മൾ ചിലപ്പോൾ മാറ്റിയും തിരിച്ചും ഒക്കെ പറയാം അല്ലെ. നമ്മുടെ മലയാളം ലാംഗ്വേജ് പല രീതിയിൽ നമുക്കിപ്പോ പറയുകയാണെങ്കിൽ നമ്മുടെ എന്താ പറയാ ആങ്കേഴ്സ് യൂസ് ചെയ്യുന്നത് നമ്മൾ കേട്ടിട്ടില്ലാത്ത പോലത്തെ മലയാളമായിരിക്കും. ദാറ്റ് ഈസ് പാരോൾ. അവരുടേതായ രീതിയിൽ അവരത് പറയുന്നു. അപ്പൊ സോ ഇൻഡിവിജ്വൽ ആക്ട് ഓഫ് സ്പീക്കിംഗ് ഓർ റൈറ്റിംഗ് ആണ് ഈ പറയുന്ന പാരോൾ എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ഹിയർ ഇവിടുത്തെ ഒരു വ്യത്യാസം, ഈ ലാങ്ങും പാരോളും തമ്മിലുള്ള മെയിൻ വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദി എക്സ്പ്രഷൻ ഓഫ് ഫ്രീഡം ആൻഡ് ഇന്റലക്ച്വാലിറ്റി. എക്സ്പ്രഷൻ ഓഫ് ഫ്രീഡം ആണ് ഈ പാരോൾ എന്ന് പറയുന്നത്. നമുക്ക് നമ്മളുടെ ഇഷ്ടമാണ് നമുക്കത് എങ്ങനെ പ്രൊനൗൺസ് ചെയ്യണം എന്നൊക്കെ ഉള്ളത്. പക്ഷേ ദർ ഇസ് എൻ അണ്ടർലൈൻ റൂൾ. ഒരു അണ്ടർലൈൻ റൂൾ അവിടെ ഉണ്ട്. അതാണ് ലാങ് എന്ന് പറയുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മൾ നമ്മളുടേതായ ഒരു ഫ്രീഡം എടുത്തുകൊണ്ട് നമ്മൾ അതിനെ മാറ്റി പറയുന്നതാണ് പാരോൾ എന്ന് പറയുന്നത്. അപ്പൊ അതിനെക്കുറിച്ച് ഞാനിവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. ദ ഇൻഡിവിജ്വൽ ഇൻഡിവിജ്വൽ സ്പീച്ച് ആണ് പാരോൾ എന്ന് പറയുന്നത്. ലാങ് എന്ന് പറയുന്നത് വാട്ട് ഈസ് ഷെയർഡ് ബൈ ദി കമ്മ്യൂണിറ്റി, ദ ഹോൾ കമ്മ്യൂണിറ്റി. അപ്പൊ ഈ ഒരു പിക്ചർ നമ്മുടെ മനസ്സിൽ രജിസ്റ്റർ ചെയ്ത് വെച്ചോളുക. അപ്പൊ നിങ്ങൾക്ക് എക്സാമിന് വരുമ്പോഴും പെട്ടെന്ന് ഓർത്തിരിക്കാൻ പറ്റും. ഇപ്പുറത്ത് കാണുന്ന ലാങ്, അപ്പുറത്ത് പാരോൾ. ഓക്കെ, പാരോൾ ഇൻഡിവിജ്വൽ അട്രൻസ്, ലാങ് that is something shared by the community. Okay, it can be vocabulary, grammar, pronunciation, anything. Okay, anything related to language which is shared by the community, it is known as lang. And parole, it is the individual difference or individual utterance. Okay, അപ്പൊ അത് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. നമുക്കിനി അടുത്ത കോൺസെപ്റ്റ് ആണ്. അപ്പൊ ഇതിന്റെ അകത്ത് ലാങ്ങും അതിന്റെ സിഗ്നിഫിക്കൻസ് ഓഫ് ദ ഡിസ്റ്റിങ്ഷൻ പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ലാങ് എന്ന് പറയുന്നത് കൂടുതൽ കുറച്ചുകൂടി ഒരു പോയിന്റ് കൂടി എക്സ്ട്രാ ആഡ് ചെയ്തോളുക. ലാങ് ഈസ് വ്യൂഡ് ആസ് എ സോഷ്യൽ പ്രോഡക്റ്റ്. ലാങ് എന്ന് പറയുന്നത് സോഷ്യൽ പ്രോഡക്റ്റ് ആണ്. അത് സൊസൈറ്റി മൊത്തത്തിൽ ഫോളോ ചെയ്യുന്ന ഒരു റൂളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഇടണം സോഷ്യൽ പ്രോഡക്റ്റ് എന്ന് പറയാം. ഓക്കെ, ആൻഡ് ഇറ്റ് ഈസ് ദി കൺവെൻഷൻസ് അഡോപ്റ്റഡ് ബൈ എ കമ്മ്യൂണിറ്റി. കമ്മ്യൂണിറ്റി അഡോപ്റ്റ് ചെയ്യുന്ന ഒരു കൺവെൻഷൻ ആണ് ഈ പറയുന്ന ലാങ് എന്ന് പറഞ്ഞത്. ഈ പോയിന്റ്സ് കൂടി ഇമ്പോർട്ടന്റ് ആണ്. ഈ ഇതിൽ കൊടുത്തിരിക്കുന്ന എല്ലാ പോയിന്റ്സും തന്നെ ഇമ്പോർട്ടന്റ് ആണ്. വളരെ എന്താ പറയുക, കട്ട് ഷോർട്ട് ചെയ്ത് ഒട്ടും ഒഴിവാക്കാൻ പറ്റാത്ത പോയിന്റ്സ് മാത്രമാണ് ഇവിടെ ഉള്ളത്. അതെല്ലാം നോട്ട് ചെയ്തോളാം. ആൻഡ് പാരോൾ എന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വൽ ആക്ട് അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ സ്പീച്ച് അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ അട്രൻസ് എന്ന് വേണമെങ്കിൽ പറയാം. ആൻഡ് ഇറ്റ് റിഫ്ലക്ട് ഫ്രീഡം ആൻഡ് ഇന്റലക്ച്വൽ ഏജൻസി. നമ്മളുടെ എന്താ പറയാ ഒരു ഫ്രീഡവും നമ്മളുടെ ഒരു ഇന്റലിജൻസ് ഒക്കെ വെച്ച് നമ്മൾ മാറ്റിയൊക്കെ പറയുന്നതാണ്. ഓക്കെ, ആൻഡ് ഇവിടെ ലാംഗ്വേജ് എന്ന് പറയുന്നത്, അപ്പൊ ഇവിടെ നമുക്ക് പറയാം ലാംഗ്വേജ് എന്ന് പറയുന്ന ഒരു സോഷ്യൽ എൻറ്റിറ്റി അല്ലെങ്കിൽ സോഷ്യൽ സിസ്റ്റത്തിന്റെ ഭാഗമായിട്ട് നമുക്ക് പറയാം. അതേസമയം ഇൻഡിവിജ്വൽ അല്ലെ, ഇൻഡിവിജ്വൽ ലിംഗ്വിസ്റ്റിക് ആക്ട് ആയിട്ടും പറയാം. അപ്പൊ ഇങ്ങനെ ഈ രണ്ട് ഇന്റർപ്ലേ നമുക്ക് ഇവിടെ ലാംഗ്വേജിൽ കാണുന്നത്. അപ്പൊ അദ്ദേഹം ഇതിന് ഈ ലാംഗ്വേജിനെ അനലൈസ് ചെയ്തപ്പോൾ ഈ ഒരു രണ്ട് ഇൻഫ്ലുവൻസ്, അതായത് സൊസൈറ്റിയുടെ ഇൻഫ്ലുവൻസും ഒരു ഇൻഡിവിജ്വലിന്റെ ഇൻഫ്ലുവൻസ് ഇവിടെ കാണുന്നുണ്ട്. ആ ഒരു രണ്ട് ഇൻഫ്ലുവൻസിനെ അദ്ദേഹം രണ്ട് ടേം കൊടുത്തു, ലാങ് ആൻഡ് പാരോൾ. ഓക്കെ, അപ്പോ ഈ പറയുന്ന പോയിന്റ് സോഷ്യൽ പ്രോഡക്റ്റ് എന്നൊക്കെയുള്ള പോയിന്റ്സ് ഒക്കെ ഓർത്തിരുന്നോളാം കേട്ടോ. ഇനി അടുത്തത് ആർബിട്രറി നേച്ചർ ഓഫ് ലിംഗ്വിസ്റ്റിക്സ്. നമ്മൾ ഓൾറെഡി നമ്മൾ ഡെഫിനിഷൻ ഒക്കെ പഠിച്ചായിരുന്നു ലാംഗ്വേജ് ഈസ് ആർബിട്രറി. ഓക്കെ, ആർബിട്രറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ലോജിക്കൽ ആണ്. അപ്പൊ സോ ലാംഗ്വേജ് എന്ന് പറയുന്നത് ഇല്ലോജിക്കൽ ആണ്. അപ്പൊ സോ ലിംഗ്വിസ്റ്റിക് സൈൻ ഇവിടെ നമുക്ക് കുറച്ചുകൂടി കൂടുതൽ പഠിക്കാനുണ്ട്. ലിംഗ്വിസ്റ്റിക് സൈൻ എന്ന് പറയുമ്പോഴത്തേക്കിനും ഞാൻ പറഞ്ഞു, ഇപ്പൊ ട്രീ എന്ന് പറഞ്ഞൊരു വേർഡ് ഞാൻ ഇവിടെ എഴുതി കാണിക്കുകയാണ്. അപ്പൊ ട്രീ എന്ന് പറഞ്ഞൊരു വേർഡ് കാണിക്കുകയാണ്, അല്ലെ ഞാനിപ്പോ പറയാ ട്രീ എന്ന് പറയുകയാണ്.
അപ്പൊ ആ വേർഡ് എന്ന് പറയുന്നതാണ് സൈൻ. ഓക്കെ, ആ വേർഡ്, ആ ഒരു ലാംഗ്വേജിൽ നമ്മൾ യൂസ് ചെയ്ത ആ ഒരു വേർഡ് എന്ന് പറയുന്നതാണ് സൈൻ. ആ സൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ വേർഡ് നമുക്ക് ഒന്നുകൂടി കീറിമുറിച്ച് നോക്കാം. അപ്പൊ ആ വേർഡ് നമ്മൾ ഒന്നുകൂടി കീറിമുറിക്കുകയാണെങ്കിൽ നമുക്ക് അതിനെ സിഗ്നിഫയർ ആൻഡ് സിഗ്നിഫൈഡ് രണ്ടായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. സിഗ്നിഫയർ ആൻഡ് സിഗ്നിഫൈഡ്. അപ്പൊ സിഗ്നിഫയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സൗണ്ട് ഇമേജ്, അല്ലെങ്കിൽ ഞാനിപ്പോ ട്രീ എഴുതി കഴിഞ്ഞാൽ റിട്ടൺ ഫോം, ഓക്കെ, അതാണ് അവിടുത്തെ സിഗ്നിഫയർ എന്ന് പറയുന്നത്. സിഗ്നിഫൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു കോൺസെപ്റ്റ് എന്താണോ, ആ ഒരു സൈൻ എന്തിനെയാണോ ഉദ്ദേശിക്കുന്നത്, റിയൽ ട്രീ അല്ലെ, പുറത്ത് നിൽക്കുന്ന ആ ഒരു മരം, ആ ഒരു മരമാണ് സിഗ്നിഫൈഡ് എന്ന് പറയുന്നത്. എന്തിനെയാണോ സിഗ്നിഫൈ ചെയ്യുന്നത് അതാണ് സിഗ്നിഫൈഡ്. അതായത് എന്തിനെയാണോ നമ്മൾ റെഫർ ചെയ്യുന്നത്, ആ സാധനം, ആ ഒറിജിനൽ സാധനം ഉണ്ടല്ലോ, അതാണ് സിഗ്നിഫൈഡ്. ഓക്കെ, അപ്പൊ സോ സൈൻ ലാംഗ്വേജിൽ നമ്മൾ എന്ത് പറഞ്ഞാലും അത് സൈൻ ആണ്. ആ ലാംഗ്വേജിൽ ആ സൈൻ എന്ന് പറയുന്നത് വീണ്ടും നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. അതിന്റെ അകത്ത് രണ്ട് കമ്പോണന്റ് ഉണ്ടെന്ന് പറയാം. ഓക്കെ, സൈൻ ഹാസ് ടു കമ്പോണന്റ്സ്, വൺ ഈസ് സിഗ്നിഫയർ ആൻഡ് അനദർ വൺ ഈസ് സിഗ്നിഫൈഡ്. അപ്പൊ സോ സിഗ്നിഫയർ ഇറ്റ് ഈസ് ദി സൗണ്ട് ഇമേജ് ഓർ റിട്ടൺ ഫോം അല്ലെ, സൗണ്ട് ഇമേജ് ഓർ റിട്ടൺ ഫോം. അപ്പൊ എങ്ങനെയാണ് നമ്മൾ സൗണ്ട് ഇമേജ് കൊടുത്തത്? ട്രീ എന്ന് പറഞ്ഞ സൗണ്ട് ഇമേജ് ആയിരിക്കാം. ട്രീ എന്ന് പറഞ്ഞപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഒരു കോൺസെപ്റ്റ് വന്നല്ലോ. അപ്പൊ ആ ട്രീ എന്ന് പറയുന്ന ഒരു സിഗ്നിഫയർ ആണ് ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത്. ആ ട്രീ എന്ന് പറഞ്ഞ സിഗ്നിഫയർ ഞാൻ യൂസ് ചെയ്തു. അപ്പൊ നിങ്ങളുടെ ഉള്ളിൽ ഒരു സിഗ്നിഫൈഡ് വന്നു, ഒരു കോൺസെപ്റ്റ് വന്നു, നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ കണ്ടിട്ടുള്ള ഒരു ട്രീ വന്നു, അതാണ് സിഗ്നിഫൈഡ്. ഓക്കെ, അപ്പൊ സോ സിഗ്നിഫൈഡ് റെപ്രസെന്റ് ദ കോൺസെപ്റ്റ് ഓർ ദ മീനിങ് അസോസിയേറ്റഡ് വിത്ത് ദി സൈൻ. ആ സൈൻ കാണിക്കുന്ന എന്തിനെയാണോ, ആ മീനിങ് എന്താണോ, അതാണ് ഈ പറയുന്ന സിഗ്നിഫൈഡ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഒരു ഇക്വേഷൻ ആയിട്ട് ഓർത്ത് വെക്കാം. സൈൻ ഈസ് ഈക്വൽ ടു, സൈൻ്റെ അകത്ത് രണ്ട് കമ്പോണന്റ് ഉണ്ട്, സിഗ്നിഫയറും സിഗ്നിഫൈഡ്. ഇത് രണ്ടും കൂടി ചേർന്നാണ് ഒരു സൈൻ ഉണ്ടാകുന്നത്. ഓക്കെ, മെന്റൽ കോൺസെപ്റ്റ് ഉണ്ട്, നമ്മുടെ മനസ്സിലെ ട്രീ, ഒറിജിനൽ ട്രീ ഉണ്ട്, പ്ലസ് ദാറ്റ് വേർഡ് വി യൂസ്, ആ ഒരു സിമ്പിൾ നമ്മൾ ആ ട്രീ എന്ന് എഴുതി കാണിച്ചതാകാം, അല്ലെങ്കിൽ ട്രീയുടെ ഒരു പടം കാണിച്ചതായിരിക്കാം, അല്ലെങ്കിൽ ട്രീ എന്ന് പറഞ്ഞതായിരിക്കാം. അപ്പൊ അതാണ് സിഗ്നിഫയർ എന്ന് പറയുന്നത്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നമുക്കൊരു ഞാൻ പിക്ചർ ആയിട്ട് കാണിച്ചു തരാം. അപ്പൊ ഇത് വെച്ചിട്ട് what Saussure says is that there is no inherent or natural connection between signifier and signified. അദ്ദേഹം പറയാണ്, നമ്മൾ ഓൾറെഡി കുറേ റൈറ്റേഴ്സ്, ലിംഗ്വിസ്റ്റ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ദ കണക്ഷൻ ഓർ ദ ലാംഗ്വേജ് ഈസ് ആർബിട്രറി എന്ന്. അപ്പൊ ലാംഗ്വേജ് ഈസ് ആർബിട്രറി എന്ന് ചുമ്മാ പറഞ്ഞാൽ മതിയോ, ഇല്ലോജിക്കൽ ആണെന്ന് പറഞ്ഞാൽ മതിയോ? അപ്പൊ സോ ഹിയർ Saussure try to define why language is known as arbitrary, why language is arbitrary. Okay, why language is arbitrary എന്ന് Saussure ഇവിടെ ഡിഫൈൻ ചെയ്യാൻ നോക്കുവാണ്. അപ്പൊ Saussure പറഞ്ഞത് സൈൻ അല്ലെങ്കിൽ ആ പറയുന്ന റിട്ടൺ വേർഡ് അല്ലെങ്കിൽ ആ ഒരു സൗണ്ട് ഇമേജിന് അതിന് രണ്ട് കമ്പോണന്റ് ഉണ്ട്, സിഗ്നിഫയറും സിഗ്നിഫൈഡും. അപ്പൊ ഒന്നെന്ന് പറയുന്നത് ആ വേർഡ് ഇറ്റ് സെൽഫ്, അതായത് നമ്മൾ യൂസ് ചെയ്ത സിമ്പിൾ, അതാണ് സിഗ്നിഫയർ. അത് യൂസ് ചെയ്തിട്ട് നമ്മുടെ മനസ്സിലുണ്ടായ ഒറിജിനൽ ട്രീയുടെ പടം, അതാണ് സിഗ്നിഫൈഡ്. എന്തിനെയാണോ റെഫർ ചെയ്തത് അത് സിഗ്നിഫൈഡ്. അപ്പൊ ഇത് തമ്മിലുള്ള കണക്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആർബിട്രറി. അപ്പൊ ഇത് വെച്ചിട്ട് അദ്ദേഹം പറയാണ് അത് ഒരു ആർബിട്രറി റിലേഷൻ ആണെന്ന് പറയാണ്. സോ ദർ ഈസ് നോ ഇൻഹറന്റ് ഓർ നാച്ചുറൽ കണക്ഷൻ ബിറ്റ്വീൻ ദ സിഗ്നിഫയർ ആൻഡ് സിഗ്നിഫൈഡ്. സിഗ്നിഫയറും സിഗ്നിഫൈഡും തമ്മിൽ കണക്ഷൻ എന്ന് പറയുന്നത് ആണ്. അപ്പൊ സോ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സൗണ്ട് ഇമേജ് ആൻഡ് കോൺസെപ്റ്റ്, ആ ഒരു സൗണ്ട് ഇമേജ് ട്രീ എന്ന് പറഞ്ഞ വേർഡും ആ ഒറിജിനൽ ട്രീയും തമ്മിലുള്ള റിലേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആർബിട്രറി ആൻഡ് അൺകൺവെൻഷണൽ. അൺകൺവെൻഷണൽ, അൺഇമാജിനേറ്റീവ് ഓർ ഒരു എന്താ പറയാ, സോറി, കൺവെൻഷണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺഇമാജിനേറ്റീവ് അല്ലെങ്കിൽ ട്രഡീഷണൽ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. നമ്മൾ സ്ഥിരമായിട്ട് ഇങ്ങനെ എന്തോ അൺഇമാജിനേറ്റീവ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്ത ഒരു വേർഡ് ആയിട്ടാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ ഓൾറെഡി നിങ്ങളുടെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുള്ള എക്സാമ്പിൾ തന്നെയാണ് കേട്ടോ. ലിംഗ്വിസ്റ്റിക് എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സൈൻ ദ റിട്ടൺ വേർഡ് ട്രീ, ഞാൻ ഇവിടെ റിട്ടൺ ട്രീ, ഒരു ട്രീ എന്ന് പറഞ്ഞ വേർഡ് ഞാൻ ഇവിടെ എഴുതി കാണിക്കുകയാണ്. അപ്പൊ സോ അതാണ് സൈൻ എന്ന് പറയുന്നത്. ഓക്കെ, ഞാൻ കാണിച്ചു തരാം. ഇപ്പൊ ഞാനിവിടെ കാണാമെന്ന് വിചാരിക്കുന്നു. ട്രീ എന്ന് പറഞ്ഞൊരു വേർഡ് ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. അപ്പൊ സോ ഇതാണ് സൈൻ. ഈ ഒരു സൈൻ ഞാൻ കാണിച്ചു, ട്രീ എന്ന് പറഞ്ഞൊരു സൈൻ കാണിച്ചു. അപ്പൊ അതിന്റെ അകത്ത് സിഗ്നിഫയർ എന്ന് പറഞ്ഞ വേർഡ് TREE എന്ന് പറഞ്ഞിട്ടൊരു ആ ഒരു ലെറ്റേഴ്സ് ഉണ്ട്, അതാണ് സിഗ്നിഫയർ. അപ്പൊ ആ ലെറ്റേഴ്സ് വെച്ചിട്ടാണ് ഞാനത് കാണിച്ചത്, അതാണ് സിഗ്നിഫയർ എന്ന് പറയുന്നത്. അപ്പൊ അത് കാണിക്കുന്ന ഒരു ട്രീ ഉണ്ടല്ലോ, അത് ആ പടത്തിൽ കാണുന്ന ആ ഒറിജിനൽ ട്രീ ഉണ്ടല്ലോ, അതാണ് സിഗ്നിഫൈഡ്. അതാണ് നിങ്ങളുടെ മനസ്സിലേക്ക് വന്ന ട്രീ. ആ ഒരു കോൺസെപ്റ്റ് നിങ്ങളുടെ മനസ്സിലേക്ക് വന്നല്ലോ, അപ്പൊ അതാണ് സിഗ്നിഫൈഡ് എന്ന് പറയുന്നത്. അപ്പൊ സിഗ്നിഫയർ ദ ഫിസിക്കൽ ഫോം, അതായത് ഫിസിക്കൽ ഫോം എന്ന് പറയുന്നത് ട്രീയുടെ ഫിസിക്കൽ ഫോം അല്ല, നമ്മുടെ ആ ലെറ്റർ അല്ലെങ്കിൽ സൗണ്ട് ആവാം. ഓക്കെ, അതാണ് നമ്മുടെ സിഗ്നിഫയർ എന്ന് പറയുന്നത്. അതായത് ഫിസിക്കൽ ഫോം ആയിട്ടുള്ള ലെറ്റർ, സൗണ്ട്, ഐക്കൺ. ഓക്കെ, ഒരു മരത്തിന്റെ പടം എടുത്ത് കാണിച്ചാലും അതൊക്കെ സിഗ്നിഫയർ ആണ്. അല്ലെങ്കിൽ മരം അല്ലെങ്കിൽ ട്രീ എന്ന് ഞാൻ എഴുതി കാണിച്ചാലും അത് സിഗ്നിഫയർ ആണ്. ഞാൻ ട്രീ എന്ന് പറയുന്ന ആ വേർഡ് അത് സിഗ്നിഫയർ ആണ്.
ഓക്കെ. അപ്പൊ സോ അതാണ് സിഗ്നിഫയർ. അപ്പൊ സിഗ്നിഫൈഡ് എന്താന്ന് പറഞ്ഞാൽ മെന്റൽ കോൺസെപ്റ്റ്. നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് വളരെ പരിചിതമായ ഒരു മരമായിരിക്കും ഉടനെ മനസ്സിലേക്ക് വന്നത് അല്ലെ? പെട്ടെന്ന് ഞാനൊരു മരം അല്ലെങ്കിൽ പട്ടി പൂച്ച എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിലുള്ള പട്ടിയോ പൂച്ചയോ ആയിരിക്കും നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നത്. ആ ഒരു മെന്റൽ കോൺസെപ്റ്റ് ഉണ്ടല്ലോ, അതാണ് സിഗ്നിഫൈഡ് എന്ന് പറയുന്നത്. ആൻഡ് ഹിയർ നിങ്ങൾ ഏറ്റവും മനസ്സിലാക്കിയിരിക്കുന്നത് സൈൻ ഈസ് ദ ബേസിക് യൂണിറ്റ് ഓഫ് ലാംഗ്വേജ് ആൻഡ് ലാംഗ്വേജ് ഈസ് എ സിസ്റ്റം ഓഫ് സൈൻ. ലാംഗ്വേജ് എന്ന് പറയുന്നത് ഈ പറയുന്ന കുറേ സൈനുകളുടെ ഒരു സിസ്റ്റമാണ്. ഓക്കെ. ഈ സൈനുകളെല്ലാം തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള റിലേഷൻ ആണ് ശരിക്കും പറഞ്ഞാൽ ലാംഗ്വേജ് എന്ന് പറയുന്നത്. അപ്പൊ സോ ലാംഗ്വേജ് ഈസ് എ സിസ്റ്റം ഓഫ് സൈൻ. അത് നിങ്ങളുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം. ഇനി പറയുകയാണെങ്കിൽ അടുത്തൊരു ഐഡിയ അല്ലെങ്കിൽ അടുത്തൊരു കോൺസെപ്റ്റ് ഫെർഡിനാൻഡ് സെഷോർ ഡിസ്കസ് ചെയ്തിട്ട് സിൻക്രോണിക് ആൻഡ് ഡയക്രോണിക് സ്റ്റഡി ഓഫ് ലാംഗ്വേജ് ആണ്. സിൻക്രോണിക് ആൻഡ് ഡയക്രോണിക് സ്റ്റഡി ഓൾറെഡി ഞാൻ പറഞ്ഞായിരുന്നു. സിൻക്രോണിക് എന്ന് പറഞ്ഞാൽ ആ സിൻക്രോണിക് ഡാൻസ് ഒക്കെ ഒരുമിച്ച് ഒരേപോലെ മൂവ് ചെയ്യുന്നതാണ് സിൻക്രോണിക് എന്ന് പറയുന്നത്. അപ്പൊ സോ ഒരു പർട്ടിക്കുലർ പോയിന്റ് ഓഫ് ടൈമിൽ പർട്ടിക്കുലർ മൊമെന്റിൽ നമ്മൾ ആ ഒരു ലാംഗ്വേജ് എങ്ങനെ ഇരിക്കുന്നു, ഇപ്പൊ മോഡേൺ ലാംഗ്വേജ് അല്ലെങ്കിൽ മോഡേൺ ഇംഗ്ലീഷ്, മോഡേൺ മലയാളം അല്ലെങ്കിൽ മോഡേൺ നമ്മളുടെ എന്താ പറയാ ഈ പറയുന്ന സോഷ്യൽ മീഡിയയിൽ യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് വേണമെങ്കിൽ സ്റ്റഡി നടത്താം. അതാണ് സിൻക്രോണിക് സ്റ്റഡി എന്ന് പറഞ്ഞാൽ. ഡയക്രോണിക് സ്റ്റഡി ഓഫ് ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെന്റ് ആൻഡ് എവല്യൂഷൻ ഓഫ് ലാംഗ്വേജ്. വി സ്റ്റഡി ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെന്റ് ആൻഡ് evolution of language. Okay. And here in historical study we examine transformation and changes in language over time. Transformation and development of language over time. Okay. And it can be shift in vocabulary or change in grammar and usage. Okay. അങ്ങനെ എന്ത് സ്റ്റഡി വേണമെങ്കിലും ഡയക്രോണിക്കിൽ വരാം. അതേസമയം സിൻക്രോണിക് എന്ന് പറയുമ്പോഴത്തേക്കിനും at a particular point of time what is that language? Okay, how is that language? What are the characteristics of that language? That study is known as synchronic study. And here, in synchronic study, they analyze the internal structure of a language. ഒരു ലാംഗ്വേജിന്റെ ഇന്റേണൽ സ്ട്രക്ചർ ആണ്. ഒരു ലാംഗ്വേജ് ഒരു പർട്ടിക്കുലർ പോയിന്റ് ഓഫ് ടൈമിൽ ആ ലാംഗ്വേജ് ഇപ്പം ഇംഗ്ലീഷിന്റെ കേസിലൊക്കെ ആണെങ്കിൽ തന്നെ നിങ്ങൾക്കറിയാം ഓൾഡ് ഇംഗ്ലീഷ് പീരീഡിൽ ഓൾഡ് ഇംഗ്ലീഷ് ലാംഗ്വേജ് എന്ന് പറയുന്നത് നമുക്കൊന്നും തന്നെ മനസ്സിലാവില്ല. ഇപ്പൊ ഇംഗ്ലീഷിൽ മാസ്റ്റർ ചെയ്ത ഒരാളാണെന്ന് പറഞ്ഞാൽ പോലും നമുക്ക് അതൊന്നും വായിച്ചാൽ ഒരു ഒന്നും മനസ്സിലാവത്തില്ല. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ആ ഒരു ഡയറക്റ്റ് ആ ഒരു ലാംഗ്വേജ് ഈവൻ ദ സ്ക്രിപ്റ്റ് ദേ യൂസ് വെർ ഡിഫറെന്റ് അല്ലെ? സ്ക്രിപ്റ്റ് പോലും നമുക്ക് വ്യത്യസ്തമാണ്. അപ്പൊ അത് ഓൾഡ് ഇംഗ്ലീഷ് പീരീഡ് ലാംഗ്വേജ് ഓഫ് ഇൻഫ്ലക്ഷൻസ് എന്നൊക്കെ നമുക്ക് പറയാറുണ്ട്. വെച്ച് കഴിഞ്ഞാൽ ഇൻഫ്ലക്ഷൻസ് ഒക്കെയാണ് ഒരുപാട് ഇൻഫ്ലക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അതായത് ഓരോ വേർഡിന്റെ കൂടെ എന്തെങ്കിലും എക്സ്ട്രാ ആഡ് ചെയ്യുമ്പോൾ നമ്മളിപ്പോ ഇ ആഡ് ചെയ്യുമ്പോൾ പാസ്റ്റ് ഫോം ആകത്തില്ലേ, അതാണ് ഇൻഫ്ലക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇൻഫ്ലക്ഷൻസ് ഈ ഇഡിയും INGയും ആണ് ഇപ്പൊ നമുക്കറിയാവുന്നത്. SC ചേർക്കാറുണ്ട്, അങ്ങനെയൊക്കെയാണ് അറിയാവുന്നത്. പക്ഷെ ഇത് കൂടാണ്ട് ഒരുപാട് ഇൻഫ്ലക്ഷൻസ് ഓൾഡ് ഇംഗ്ലീഷിൽ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ അതൊന്നും ഇല്ല. അപ്പൊ ആ ഒരു വ്യത്യാസം. അപ്പൊ ആ ഒരു ഓൾഡ് ഇംഗ്ലീഷ് പീരീഡ് നമുക്ക് ഓൾഡ് ഇംഗ്ലീഷ് മാത്രം എടുത്തിട്ട് പഠിക്കാം. ഓക്കെ. ആ ഒരു ഓൾഡ് ഇംഗ്ലീഷ് പീരീഡിലെ ആ ഒരു സ്ട്രക്ചർ, ലാംഗ്വേജിന്റെ സ്ട്രക്ചർ അല്ലെങ്കിൽ ആ ഒരു ലാംഗ്വേജിന്റെ എലമെന്റ്സിന്റെ ഓർഗനൈസേഷൻ അതൊക്കെ നമുക്ക് പഠിക്കാം. ഓക്കെ. ആ ഒരു സെന്റൻസ് പാറ്റേൺ നമുക്ക് പഠിക്കാം. അതൊക്കെ സിൻക്രോണിക് സ്റ്റഡിയാണ്. അതേസമയം ഓൾഡ് ഇംഗ്ലീഷ്, മിഡിൽ ഇംഗ്ലീഷ്, മോഡേൺ ഇംഗ്ലീഷ് ഈ 3 റീജിയനിലെ ഇംഗ്ലീഷുകൾ നമ്മൾ കമ്പയർ ചെയ്ത് പഠിക്കുകയാണെങ്കിൽ അപ്പൊ നമുക്ക് ഓൾഡ് ഇംഗ്ലീഷിൽ ഒരുപാട് ഇൻഫ്ലുവൻസ്, ഗ്രാമർ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു. ആൻഡ് മിഡിൽ ഇംഗ്ലീഷിൽ കുറച്ചുകൂടി കോംപ്ലിക്കേഷൻ കുറഞ്ഞു ഗ്രാമർ. മോഡേൺ ഇംഗ്ലീഷിൽ ഗ്രാമർ ഈസ് വെരി ഈസി. അപ്പൊ അങ്ങനെ ആ ഒരു 3 ഇറയില് 3 പീരീഡിലെ ലാംഗ്വേജിന്റെ സ്റ്റഡിയാണ് ഡയക്രോണിക് സ്റ്റഡി ഓഫ് ലാംഗ്വേജ്. ഈ പിക്ചർ കണ്ടോ? ഈ പിക്ചറിൽ കൊടുത്തിട്ടുണ്ട്. ഡയക്രോണിക് സ്റ്റഡി എന്ന് പറയുമ്പോൾ ഒരു ഇങ്ങനെ നീളത്തില്, അതായത് ലാംഗ്വേജ് അവരുടെ പീരീഡ് ഓഫ് ടൈമിലുള്ള സ്റ്റഡിയാണ് ഡയക്രോണിക്. സിൻക്രോണിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിൻക്രോണിക് ഇങ്ങനെ നേരെ നിന്ന് ഡാൻസ് കളിക്കാന്ന് വിചാരിച്ചാൽ മതി. അപ്പൊ സോ സിൻക്രോണിക് സ്റ്റഡിയിൽ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പർട്ടിക്കുലർ പോയിന്റ് ഓഫ് ടൈമിൽ ലാംഗ്വേജിന്റെ സ്ട്രക്ചർ അല്ലെങ്കിൽ അതിന്റെ ഓർഗനൈസേഷൻ ഓഫ് എലമെന്റ്സ് ഇൻ എ ലാംഗ്വേജിലെ ഓരോ എലമെന്റ്സ്, അതായത് നൗൺ, പ്രോനൗൺ അല്ലെങ്കിൽ വേർബ്, ഒബ്ജക്ട്, സബ്ജക്ട് അതെല്ലാം എങ്ങനെയൊക്കെയാണ് ഓർഗനൈസ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതിനൊക്കെയുള്ള സ്റ്റഡിയാണ് സിൻക്രോണിക് സ്റ്റഡി ഓഫ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് ഷോർട്ട് ആൻസർ ഒക്കെ ആയിട്ട് ചോദിക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് SC ക്വസ്റ്റൻ ആയിട്ട് സോഷ്യോന്റെ പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലാംഗ് പരോൾ എഴുതണം, സിൻക്രോണിക് ആൻഡ് ഡയക്രോണിക് എഴുതണം. ഇനി ഒരു കൂട്ടർ കൂടി ഉണ്ട്, അതുകൂടി നമുക്ക് നോക്കാം. അപ്പൊ ഒരു പോയിന്റ് ഇവിടെ ഞാൻ പറയാനുണ്ട്. സിൻക്രോണിക് ലിംഗ്വിസ്റ്റിക്സ്, സിൻക്രോണിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ലാംഗ് ആണ് പഠിക്കുന്നത്. അതായത് റിയൽ സിസ്റ്റം ഓഫ് ലാംഗ്വേജ് അറ്റ് എ സ്പെസിഫിക് പോയിന്റ് ഓഫ് ടൈം. അതായത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കമ്മ്യൂണിറ്റി ആ ഒരു ടൈമിൽ ഉണ്ടായിരുന്ന കമ്മ്യൂണിറ്റി യൂസ് ചെയ്യുന്ന ലാംഗ്വേജ്, അതായത് ലാംഗ് എന്ന് പറഞ്ഞാൽ ഒരു കമ്മ്യൂണിറ്റി യൂസ് ചെയ്യുന്ന ജനറൽ ആയിട്ട് യൂസ് ചെയ്യുന്ന ആ ലാംഗ്വേജ് ആണ് ഈ പറയുന്ന എന്താ പറയാ ലാംഗ് എന്ന് പറയുന്നത്. അപ്പൊ സോ ലാംഗിനെയാണ് ഈ പറയുന്ന സിൻക്രോണിക് ലിംഗ്വിസ്റ്റിക്സ് സ്റ്റഡി ചെയ്യുന്നത്. ഓക്കെ.
ഇനി അടുത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കോൺസെപ്റ്റ് ആണ് സിന്റാഗ്മാറ്റിക് ആൻഡ് പാരാഡിഗ്മാറ്റിക് റിലേഷൻ. സോ സിന്റാഗ്മാറ്റിക് ആൻഡ് പാരാഡിഗ്മാറ്റിക് റിലേഷൻ എന്താണെന്ന് നോക്കാം. സിന്റാഗ്മാറ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലീനിയർ ചെയിനിങ് ഓഫ് ലിംഗ്വിസ്റ്റിക് യൂണിറ്റ് ഇൻ ഫിക്സഡ് സീക്വൻസ്. അപ്പൊ സിന്റാഗ്മാറ്റിക്കും പാരാഡിഗ്മാറ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ പഠിക്കുന്നത് ഒരു സെന്റൻസിന്റെ അകത്ത് ഒരു ലാംഗ്വേജിന്റെ സെന്റൻസിൽ എങ്ങനെയാണ് ഓരോ വേർഡ്സും അറേഞ്ച് ചെയ്തിരിക്കുന്നതെന്നാണ് ഇവിടെ സിന്റാഗ്മാറ്റിക്കിലും പാരാഡിഗ്മാറ്റിക് റിലേഷനിലും പഠിക്കുന്നത്. ഒരു എക്സാമ്പിൾ തരാം. ഷീ ഈസ് സിംഗിങ്. അപ്പൊ ഷീ ഈസ് സിംഗിങ് എ സോങ് എന്ന് വെച്ച് ഷീ ഈസ് സിംഗിങ് എ സോങ്. ഷീ ഈസ് സിംഗിങ് എ സോങ് അല്ലെങ്കിൽ ഷീ ഈസ് സിംഗിങ് ഇത്രയും മതി. ഷീ ഈസ് സിംഗിങ്. അപ്പൊ ഷീ ഈസ് സിംഗിങ് ഈ 3 വേർഡ്സ് തമ്മിലുള്ള റിലേഷൻ ഉണ്ടല്ലോ, അതാണ് സിന്റാഗ്മാറ്റിക് റിലേഷൻ എന്ന് പറയുന്നത്. ഷീ എന്ന് പറയുന്നത് നമുക്ക് പ്രോനൗൺ ഉണ്ട്, ഈസ് എന്ന് പറയുന്ന ഒരു വേർബ് ഉണ്ട്, ആൻഡ് ഡാൻസിങ് വർക്ക് എന്താണ് ആ ചെയ്യുന്ന വർക്ക്. അപ്പൊ സോ ഷീ ഈസ് സിംഗിങ്, സോറി ഡാൻസിങ് അല്ലോ സിംഗിങ്. ഷീ ഈസ് സിംഗിങ് എന്ന് പറയുന്ന ആ 3 വേർഡ്സും തമ്മിലുള്ള റിലേഷനെ പറ്റി പഠിക്കുന്നതാണ് സിന്റാഗ്മാറ്റിക് റിലേഷൻ എന്ന് പറയുന്നത്. അതേസമയം പാരാഡിഗ്മാറ്റിക് റിലേഷൻ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. പാരാഡിഗ്മാറ്റിക് റിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷീ ഈസ് സിംഗിങ്. അപ്പൊ ഇതില് സിംഗിങ് എന്ന് പറഞ്ഞ വേർഡ് എടുക്കാം, അല്ലെങ്കിൽ ഷീ എടുക്കാം, അല്ലെങ്കിൽ വേണ്ട സിംഗിങ് മതി. അപ്പൊ സോ സിംഗിങ് എന്ന് പറഞ്ഞ വേർഡ് ഇതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഡാൻസിങ് ചേർക്കാം, അല്ലെങ്കിൽ സ്വിമ്മിങ് ചേർക്കാം. അങ്ങനെ ഏത് പോസിബിൾ ആയിട്ടുള്ള വേറെ എന്ത് വേണേലും വെക്കാം. ഷീ ഈസ് സിംഗിങ് വെക്കാം, ഡാൻസിങ് വെക്കാം, സ്വിമ്മിങ് വെക്കാം. അപ്പൊ അതാണ് ഇവിടെ ഈ വേർഡിന് പകരം ഈ ഡാൻസിങ്, സിംഗിങ്, സ്വിമ്മിങ് സിംഗിങ് എന്ന് പറഞ്ഞ വേർഡിന് പകരം വേറെ ഏത് വേർഡ് വേണമെങ്കിലും നമുക്ക് മാറ്റി വെക്കാം. ആ ഒരു റിലേഷൻ, ആ 3 വേർഡ്സ് ഉണ്ടല്ലോ, ആ 3 വേർഡ്സ് തമ്മിലുള്ള റിലേഷൻ ആണ് പാരാഡിഗ്മാറ്റിക് റിലേഷൻ. ഈ സിംഗിങ്ങിന് പകരം അതിന്റെ പുറത്ത് വേണമെങ്കിൽ നമുക്ക് ഡാൻസിങ് വെക്കാം, അതിന്റെ പുറത്ത് വേണമെങ്കിൽ സ്വിമ്മിങ് വെക്കാം. ഓക്കെ, അപ്പൊ അതാണ് പാരാഡിഗ്മാറ്റിക് റിലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ സോ നിങ്ങൾ ഓർത്താൽ മതി പാരാഡിഗ്മാറ്റിക്. പാരാ എന്ന് പറയുമ്പോൾ നമ്മൾ ഇങ്ങനെ നേരെ നിൽക്കുന്നതാണല്ലോ, അപ്പൊ അതാണ് പാരാഡിഗ്മാറ്റിക്. അതായത് അസോസിയേറ്റീവ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എക്സിസ്റ്റിംഗ് യൂണിറ്റ് ആൻഡ് പൊട്ടൻഷ്യലി ഓൾട്ടർനേറ്റീവ്. അതായത് ആ ഒരു എക്സിസ്റ്റിംഗ് യൂണിറ്റ് ഉണ്ട് അതിന്റെ അകത്ത്. സിംഗിങ് എന്ന് പറഞ്ഞൊരു യൂണിറ്റ് ഉണ്ട്, ആ ഒരു വേർഡ് യൂണിറ്റ് ഉണ്ട്. ആ യൂണിറ്റിന് പകരം നമുക്ക് വേണമെങ്കിൽ പൊട്ടൻഷ്യലി ഓൾട്ടർനേറ്റീവ് ആയിട്ട് വേറൊരു വേർഡ് വരാം. ഓക്കെ, സിംഗിങ്ങിന് വരാം, ഡാൻസിങ് വരാം, അങ്ങനെ ആ ഒരു വേറൊരു വേർഡ് വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ആൻഡ് ആ വേർഡ്സ് തമ്മിലുള്ള റിലേഷൻ ആണ് പാരാഡിഗ്മാറ്റിക് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. കുറച്ചുകൂടി ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇവിടെ. അപ്പൊ ഒരു സെന്റൻസ് കിട്ടുമ്പോൾ നിങ്ങൾക്ക് 2 ആക്സിസ് ആയിട്ട് വരച്ചു നോക്കാം. സിന്റാഗ്മാറ്റിക് ആക്സിസും പാരാഡിഗ്മാറ്റിക് ആക്സിസ്. പാരാഡിഗ്മാറ്റിക് ഇങ്ങനെ നേരെ നിൽക്കുന്നത്, സിന്റാഗ്മാറ്റിക് ഇങ്ങനെ കിടക്കുന്നത്. അപ്പൊ സോ സിന്റാഗ്മാറ്റിക് റിലേഷൻ ആക്സിസ് എന്ന് പറയുമ്പോഴത്തേക്കും ദ മാൻ ക്രൈഡ്. ഓക്കെ, ദ മാൻ ക്രൈഡ്. അപ്പൊ ആ ദ മാൻ ക്രൈഡ്, ഈ ദയും മാനും ക്രൈഡും തമ്മിലുള്ള റിലേഷൻ ആണ് സിന്റാഗ്മാറ്റിക് റിലേഷൻ എന്ന് പറയുന്നത്. അതേസമയം ക്രൈഡ് മാറ്റിയിട്ട് നമുക്ക് ഡൈഡ് ആക്കാം, സാങ് ആകാം, എന്ത് വേണേലും ചേർക്കാം. ആ ക്രൈഡിന് പകരം നമുക്ക് സക്സസീവ് ആയിട്ട് മുകളിൽ വേറെ എന്തെങ്കിലും മാറ്റി വെക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതാണ് പാരാഡിഗ്മാറ്റിക് ആക്സിസ് അല്ലെങ്കിൽ റിലേഷൻ എന്ന് പറയുന്നത്. മാൻ മാറ്റിയിട്ട് നമുക്ക് ഗേൾ കൊടുക്കാം, ഓക്കെ, ബോയ് കൊടുക്കാം, ഓക്കെ, അങ്ങനെ എന്ത് വേണമെങ്കിലും, അല്ലെങ്കിൽ അങ്ങനെ എന്ത് വേണമെങ്കിലും കൊടുക്കാം. അപ്പൊ അതാണ് പാരാഡിഗ്മാറ്റിക് റിലേഷൻ. ഒരു സെന്റൻസ് സ്ട്രക്ചറിൽ, ഒരു സെന്റൻസ് സ്ട്രക്ചറിൽ ഏതെങ്കിലും ഒരു യൂണിറ്റിന് പകരം വേറൊരു യൂണിറ്റ് നമുക്ക് വെക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതാണ് പാരാഡിഗ്മാറ്റിക് റിലേഷൻ. അതുകൂടാതെ ഈ ഒരു സെന്റൻസിലെ ഓരോ യൂണിറ്റ്സ് തമ്മിലുള്ള ബന്ധം, അതാണ് സിന്റാഗ്മാറ്റിക് റിലേഷൻ. ക്ലിയർ ആണോ? ഒരു എക്സാമ്പിൾ കൂടി ഇവിടെ കൊടുത്തിട്ടുണ്ട്. കുറച്ചുകൂടി നന്നായിട്ട് കൊടുക്കുകയാണെങ്കിലും സിന്റാഗ്മാറ്റിക് റിലേഷൻ എന്ന് പറയുമ്പോൾ ദ ഓൾഡ് മാൻ ക്രൈഡ്. ഓക്കെ, അപ്പൊ ഇതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ദ ഓൾഡ് ഡിസപ്പിയർഡ് അല്ലെങ്കിൽ ക്രൈഡ്, അങ്ങനെ ഏത് പോസിബിൾ ആയിട്ടുള്ള വേർഡ്സും നമുക്ക് കൊടുക്കാം. അപ്പൊ അതാണ് പാരാഡിഗ്മാറ്റിക്. ക്രൈഡ്, ഡിസപ്പിയർ, ഡാൻസ്, ലാംഗ്വേജ്, ലാഫ്. അപ്പൊ സോ ഇങ്ങനെ ഇതിൽ ഏതെങ്കിലും മാറ്റി കൊടുക്കാം. അപ്പൊ അതാണ് പാരാഡിഗ്മാറ്റിക്. അതേസമയം ദ ഓൾഡ് മാൻ ക്രൈഡ്, ഈ ദ പാർട്ടിക്കിൾ ഉണ്ട്, ഓൾഡ് ഉണ്ട്, മാൻ ഉണ്ട്, ക്രൈഡ് ഉണ്ട്. ഈ പറയുന്ന 4 എണ്ണം തമ്മിലുള്ള റിലേഷൻ എന്ന് പറയുന്നത് സിന്റാഗ്മാറ്റിക് റിലേഷൻ. ക്ലിയർ ആണോ? ഇത് നിങ്ങൾ മറന്നു പോകും പെട്ടെന്ന്, അതുകൊണ്ട് നന്നായിട്ട് വീണ്ടും വീണ്ടും ഓർത്തെടുത്തുകൊണ്ടേയിരിക്കുക. സിന്റാഗ്മാറ്റിക് ആൻഡ് പാരാഡിഗ്മാറ്റിക് റിലേഷൻ എന്നുള്ളത് ഓർത്തെടുത്തുകൊണ്ടിരിക്കുക. ആ ഒരു ഡെഫിനേഷൻ നന്നായിട്ട് ഓർത്ത് വെക്കേണ്ടതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് സോഷ്യോന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രിൻസിപ്പിൾസ് പഠിക്കാനുള്ളത്. നമുക്ക് വേണമെങ്കിൽ വേഗം ഒന്ന് ഓടിച്ചു നോക്കാം. ആദ്യത്തത് ലാങ്ങും പെരോളും. ഓക്കെ, ഇൻഡിവിജ്വൽ ഡിഫറൻസും ദാറ്റ് ലാംഗ്വേജ് ഷെയർഡ് ബൈ ദ കമ്മ്യൂണിറ്റി, രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് നമ്മൾ ഓർത്തിരിക്കണം. പിന്നെ നമുക്കുള്ളത് ദ ആർബിട്രറി നേച്ചർ ഓഫ് ലിംഗ്വിസ്റ്റിക് സൈൻ. ലിംഗ്വിസ്റ്റിക് സൈനിന്റെ ആർബിട്രറി നേച്ചറിനെ പറ്റി പറയുന്നുണ്ട്, അത് നിങ്ങൾ ഓർത്തിരിക്കണം. ഇനി നമുക്ക് പറയാനുള്ളത്
അപ്പൊ ആ ഒരു ആർബിട്രറി നേച്ചർ ആണെന്ന് പറയാനായിട്ട് സിഗ്നിഫയറും സിഗ്നിഫൈഡും 2 യൂണിറ്റ് ആയിട്ട് സൈനിനെ തിരിച്ച കാര്യമൊക്കെ നമ്മൾ ഓർക്കണം. അതെല്ലാം ഓർത്തു വെച്ചോളുക. ഈ ഒരു ട്രീ മനസ്സിലുണ്ടാവണം. സൈൻ ഇറ്റ് ഹാസ് 2 components, സിഗ്നിഫയർ ആൻഡ് സിഗ്നിഫൈഡ്. സോ സിഗ്നിഫയർ എന്താണെന്നും സിഗ്നിഫൈഡ് എന്താണെന്നും അവരുടെ റിലേഷൻ ആർബിട്രറി ആണെന്നും ഉള്ളത് നമ്മൾ പറയാൻ പറ്റണം. അതിനുശേഷം മൂന്നാമത്തെ സിൻക്രോണിക് ആൻഡ് ഡയക്രോണിക് സ്റ്റഡി. സിൻക്രോണിക് സ്റ്റഡിയും ഡയക്രോണിക് സ്റ്റഡി. സിൻക്രോണിക് at a particular point of time, study of language at a particular point of time. Diachronic study, it is the study of the historical development and evolution of a language. അതാണ് ഡയക്രോണിക് സ്റ്റഡി. അതിനുശേഷം നമുക്ക് നാലാമത്തത് സിന്റാഗ്മാറ്റിക് ആൻഡ് പാരാഡിഗ്മാറ്റിക് റിലേഷൻഷിപ്പ്. സോ ലാംഗ്വേജിൽ ഒരു സെന്റൻസിൽ ഒരു സിന്റാറ്റിക് സ്ട്രക്ചർ അല്ലെങ്കിൽ സെന്റൻസിന്റെ സ്ട്രക്ചറിനെ വീണ്ടും നമ്മൾ ആലോചിക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് സിന്റാഗ്മാറ്റിക് ഇങ്ങനെ ഒരു റിലേഷൻ ഉണ്ട്, പാരാഡിഗ്മാറ്റിക് റിലേഷനും ഉണ്ട്. ഇത്രയുമാണ് അദ്ദേഹത്തിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രിൻസിപ്പിൾ. ആൻഡ് സോഷ്യോന്റെ ഇൻഫ്ലുവൻസ് നമ്മൾ പറഞ്ഞാണ്. ആൻഡ് ഇറ്റ് ഇസ് എ സോഷ്യൽ ഫിനോമിനൻ and language, he says that it is a system and a social phenomenon എന്ന് പറയുന്നുണ്ട്. And he also introduced some concepts like Lang and Perron, syntagmatic and paradigmatic relation, പിന്നെ diachronic and synchronic study, and Saussure go for synchronic study of language. Saussure പറയുന്നത് synchronic study of languageലാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. പിന്നെ അതിനുശേഷം അദ്ദേഹം സ്ട്രക്ചറൽ ഡിസ്ക്രിപ്ഷൻ ഓഫ് ലാംഗ്വേജ് ചെയ്യുന്നുണ്ട്. ലാംഗ്വേജിന്റെ ഒരു സ്ട്രക്ചർ എങ്ങനെയൊക്കെയാണെന്ന് ആ ഒരു സിന്റാഗ്മാറ്റിക് പാരാഡിഗ്മാറ്റിക് റിലേഷൻ ഒക്കെ പറയുന്നുണ്ട്. പിന്നെ അതിനുശേഷം ഹി ഓൾസോ ഇനി അടുത്ത് നമുക്ക് പഠിക്കാനുള്ള സോഷ്യോസ് ഇൻഫ്ലുവൻസ് ഇൻ ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആണ്. അത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. എവല്യൂഷൻ ഓഫ് സ്ട്രക്ചറൽ ലിംഗ്വിസ്റ്റിക്സ് സോഷ്യോസ് പ്രിൻസിപ്പിൾ ആണ് ലൈക്ക് ദ ഫൗണ്ടേഷൻ ഫോർ ദ ഫർദർ ഡെവലപ്മെന്റ് ഇൻ സ്ട്രക്ചറൽ ലിംഗ്വിസ്റ്റിക്സ്. സ്ട്രക്ചറൽ ലിംഗ്വിസ്റ്റിക്സിൽ ഏറ്റവും അടിത്തറ പാകിയത് സോഷ്യൂർ ആണ്. ഇതിന്റെ മുകളിലാണ് ഇനി ഒരുപാട് നമുക്ക് പഠിക്കാനുണ്ട്. സോ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു സെക്ഷനിലുള്ളത്. ഈ ഒരു സോഷ്യൂറിന്റെ ഇൻഫ്ലുവൻസും കാര്യങ്ങളും ആ ടേംസും ഒക്കെ നമ്മളെല്ലാവരും പഠിച്ചു വെക്കണം. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. താങ്ക് യു.